ആയത്ത് ഖൂലു യുസ്ലിഹ് ലക്കും അഅമാലക്കും, നിങ്ങളുടെ അമലുകൾ നന്നാവാൻ അത് കാരണമാണ്. അല്ലാഹു നമ്മുടെയൊക്കെ അമൽ നന്നാക്കുമാറാവട്ടെ. മനസ്സ് 3 രൂപത്തിലാണ്: അൽ ഖൽബുസ് സലീം, അൽ ഖൽബുസ് സഖീം, അൽ ഖൽബുസ് ഖാസി. മനസ്സ്, നല്ല ഹൃദയം. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഹൃദയത്തെ 3ആയി വിഭജിച്ചതായി കാണാം. മനസ്സിലെ ഒന്ന് അൽ ഖൽബുസ് സലീം, നല്ല മനസ്സാണ്. രണ്ടാമത് അൽ ഖൽബുസ് സഖീം, രോഗബാധിതമായ മനസ്സാണ്. 3 അൽ ഖൽബുൽ ഖാസി, വാശി പിടിക്കുന്ന സങ്കുചിത മനോഭാവമുള്ള മനസ്സാണ്. ഇങ്ങനെ 3 മനസ്സാണ് പൊതുവിൽ മനുഷ്യഹൃദയങ്ങൾ നിലനിൽക്കുന്നത്. മനുഷ്യഹൃദയങ്ങളിലുള്ള ആ ഒരു വൈജാത്യം, അതല്ലെങ്കിൽ വൈവിധ്യം ഇമാമിങ്ങൾ രേഖപ്പെടുത്തുന്നത്. അപ്പൊ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നല്ല മനസ്സാകണം. അതിന്റെ അടയാളം എന്താണ്? അതാണ് നേരത്തെ ഞാൻ ഓതിവെച്ച ആയത്തിൽ പറയുന്നത്. വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്: അഫമൻ ശറഹല്ലാഹു സദ്റഹു ലിൽഇസ്ലാം വഹുവ അലാ നൂരിൻ മിർ റബ്ബിഹി ഫവൈലുൽ ലിൽഖാസിയതി ഖുലൂബുഹും മിൻ ദിക്രില്ലാഹ് ഉലൈക ഫീ ളലാലിൻ മുബീൻ. അഫമൻ ശറഹല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാം, ഒരാളുടെ മനസ്സിലുള്ള ചിന്തകൾ, മനസ്സിലുള്ള ചലനങ്ങൾ, മനസ്സിനുള്ള പ്രചോദനങ്ങൾ, ആ പ്രചോദനങ്ങൾ നല്ല മേഖലയിലൂടെയാണ് സഞ്ചരിക്കുന്നതെങ്കിൽ, അതേ നല്ല കാര്യങ്ങളാണ് മനസ്സ് കൽപ്പിക്കുന്നതെങ്കിൽ, ഫഹുവ അലാ നൂരിൻ മിർ റബ്ബിഹി, അത് അല്ലാഹു നൽകിയ വലിയ നിഅമത്ത് തന്നെയാണ്. അതേ ഒരു വ്യക്തിയുടെ മനസ്സ് നന്നായി കഴിഞ്ഞാൽ അവയവങ്ങളുടെ അൽ ഖൽബു മലികുൽ അഅ്ളാ മുമ്പ് സൂചിപ്പിച്ചല്ലോ. മറ്റു ഇതര അവയവങ്ങളുടെ രാജാവാണ് ഹൃദയം എന്നുള്ളത് കൊണ്ട് തന്നെ രാജാവായ ആജ്ഞാശക്തിയുള്ള മനസ്സ് ഭരണീയരായ ഇതര അവയവങ്ങളോട് എന്താണോ പറയുന്നതെങ്കിൽ ആ പറയുന്നത് മറ്റു അവയവങ്ങൾ സ്വീകരിക്കുകയാണ്. ഖുർആനിലേക്ക് കണ്ണു നോക്കുന്നു, കൽപ്പിക്കുന്നത് മനസ്സാണ്. മുസ്ഹഫ് കയ്യിൽ പിടിക്കുന്നു, കൽപ്പിക്കുന്നത് മനസ്സാണ്. ഇമാമിന്റെ ഖിറാഅത്ത് കേൾക്കുന്നു, കൽപ്പിക്കുന്നത് മനസ്സാണ്. അതുപോലെ നല്ല നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുന്നു, കൽപ്പിക്കുന്നത് മനസ്സാണ്. ഈ നിലക്ക് നല്ല മനസ്സാണോ അവരാണ് വിജയികൾ. എങ്ങനെയാണ് നല്ല മനസ്സ് തിരിച്ചറിയുക എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് നബി തങ്ങളോടൊരിക്കൽ സഹാബത്ത് ചോദിച്ചു. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറഞ്ഞു: സഹാബാ, ഒരാളുടെ മനസ്സ് നന്നായി കഴിഞ്ഞാൽ, മനസ്സിൽ ഹിദായത്ത് ഇറങ്ങിയാൽ, ബഹുമാനപ്പെട്ട മുൻഗാമികൾ പറഞ്ഞതുപോലെ, ഇമാം ബുസൈരി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, ഇദാ നസലത്തിൽ ഹിദായത്തു ഖൽബാ നസീതത് വഖളഅത് ലഹൽ അഅ്ളാഉ. മനസ്സിൽ ഹിദായത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ അതനുസരിച്ചുകൊണ്ട് നന്മയുടെ മേഖലയിലായിരിക്കും എല്ലാം പ്രവർത്തനം. ഇത് നബി തങ്ങൾ സഹാബത്തിനോട് പറഞ്ഞപ്പോൾ ഇദാ ദഖലൽ ഇസ്ലാം, ഒരു ഹൃദയത്തിൽ ഇസ്ലാമിക ചൈതന്യങ്ങൾ ഉൾക്കൊണ്ടാൽ ഇൻഫസഹ, ഹൃദയം വിശാലമായി പോയി, നന്നായി പോയി. സഹാബത്ത് ചോദിച്ചു: വമാ അലാമതു ദാലിക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഹൃദയം വിശാലമായതിന്റെ അടയാളം എന്താണ്? ഇതിന് മറുപടി പറഞ്ഞതെന്താണ്? അത്തജാഫി അൻദാരിൽ ഖുലൂബ്, അത്തജാഫി അൻദാരിൽ ഖുറൂർ വദ്നാബതു ഇലാ ദാരിൽ ഖുലൂദ് വഇസ്തിഅദാദു ലിൽ മൗതി യൗമ നുസൂലിഹി ഖാല റസൂലുള്ളാഹി. ഒന്ന് അത്തജാഫി, അകലം പാലിക്കലാണ്, ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യലാണ്.
അൻദാരിൽ ഖുറൂർ, വഞ്ചിക്കുന്ന ലോകത്തെ തൊട്ട്. ഈ ഭൗതിക ലോകം എന്ന് പറഞ്ഞാൽ അത് വഞ്ചിക്കുന്ന ലോകമാണ്. വിശ്വസിക്കാൻ കഴിയൂല. ഈ ദുനിയാവിന്റെ അവസ്ഥ എങ്ങനെയാണ്? ഇവിടെ ആർക്കും ഒരു അധികാരമില്ല, ഒന്നുമില്ല. ഇബ്രാഹിം നബി റളിയല്ലാഹുവിനോട് ഒരാൾ പറഞ്ഞ പോലെ ബസ് സ്റ്റോപ്പ് പോലെയാണ്. ഒരു യാത്രികൻ യാത്രയാവാൻ വേണ്ടി നിൽക്കുന്നത് പോലെ കുറെ ആള് വരുന്നു, ഓരടുത്ത വണ്ടിക്ക് വരുന്നു, ഓര് പോണു, കുറെ ആൾക്കാർ വേറെ വരുന്നു, പോണു, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ലോകമാണ് ഭൗതിക ലോകം. ഈ ലോകത്താണെങ്കിലോ ഭക്ഷണം ഓവറായി കഴിച്ചാൽ അത് പ്രശ്നം, ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിലോ അതും പ്രശ്നം, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ നേരെ തജ്വീദിന്റെ കായിക പാലിച്ചിട്ടില്ലെങ്കിലോ അതും പ്രശ്നം. ഏത് നിലയ്ക്ക് എങ്ങനെ നോക്കുകയാണെങ്കിലും അത് പ്രശ്നമാണ്. അങ്ങനെ റാഹത്തായിട്ടൊന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഒരു ഭാഗത്ത് ഇരിക്കാൻ നോക്കുമ്പോഴോ കഴിച്ച ഭക്ഷണം 10 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ അത് കൊണ്ടുപോയി ഒഴിവാക്കും വേണം. ദുന്യാവിന്റെ പ്രത്യേകത അതാണ്. എങ്ങനെ നോക്കിയാണെങ്കിലും ഏത് നിലക്കും പ്രശ്നമാണ്. നടക്കുമ്പോ പ്രശ്നമാണ്, വണ്ടി പോകുമ്പോ പ്രശ്നമാണ്. സ്വർഗവും ഇവിടെയുള്ള വ്യത്യാസം അതാണ്. ഇവിടെ നമ്മൾ വാഹനത്തിൽ ഓടുമ്പോ സുബ്ഹാനല്ലാഹ് ഒടുവിലെ 10 ഹയാത്താക്കാൻ വേണ്ടിയിട്ട് ഓട്ടോറിക്ഷകൾ ഉണ്ടാകും, കറുത്ത പറുത്തട്ട പെണ്ണുങ്ങളും ഉണ്ടാകും, വണ്ടി കൊണ്ടുപോകാൻ കഴിയൂല. ആ നിലക്ക് ഒരുപാട് അവസ്ഥകള്. അങ്ങനെ ട്രാഫിക് വിഷയം നോക്കണം. അങ്ങനെ ട്രാഫിക് വിഷയം നോക്കിയിട്ട് കൃത്യമായ ടൈമിന് ലക്ഷ്യത്തിലെത്താൻ നോക്കുമ്പോ അങ്ങാടിപ്പുറത്ത് ഗേറ്റ് അടവ്. ആ ഗേറ്റ് അടവിന്റെ പുറത്താണെങ്കിലോ ചൊവ്വയിലെ കുണ്ടും കുഴിയും പോലെ ഒരുപാട് കുണ്ടും കുഴികളും. അങ്ങനെയൊക്കെയാണ് ഓരവസ്ഥ. അങ്ങനെയൊക്കെ പോയി രാത്രി സമയത്ത് നിന്ന് കിടന്നിറങ്ങുന്ന സമയത്തോ മൂട്ട അടിയെന്ന് വലിക്കുന്നു, കൊതുക് മുകളൊക്കെ പൊക്കുന്നു, രണ്ടാളും അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടും പാറിപ്പോണൂല, പറ്റിക്കിടക്കണൂല. ആ നിലക്ക് എന്താണ് ദുനിയാവിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഉള്ള ഏതേത് വിഷയങ്ങളാവട്ടെ ആ വിഷയങ്ങൾക്ക് ഒരു നിലനിൽപ്പില്ല. മാത്രമല്ല അതിനെ കൃത്യമായി വിനിയോഗിച്ചിട്ടില്ലെങ്കിലോ അപകടത്തിൽപ്പെടും ചെയ്യും. നിങ്ങൾ നോക്ക്, ഒരു ദിവസം ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ അയാള് ഒരുപാട് ഇബാദത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആളാണ്. അയാളിങ്ങനെ ഇബാദത്തിൽ ഇങ്ങനെ ഉഷാറായ ആളെ തോട്ടത്തിലടക്കൊന്ന് പോയി നോക്കുമ്പോ ഈത്തപ്പന മരം ഉണങ്ങി നിൽക്കുന്നു, മുന്തിരിവള്ളി കരിഞ്ഞു നിൽക്കുന്നു, പച്ചക്കറികളെല്ലാം നശിച്ചു പോയിരിക്കുന്നു. വല്ലാത്തൊരു സംഭവം. ഇതൊക്കെ പാടനെ കണ്ട് അയാളിങ്ങനെ ഏതായാലും ഇനിയിപ്പോ അയിമ കെട്ടിമറിയാനാവൂല. ചിലപ്പോ അങ്ങനെ ഉണ്ടല്ലോ, റബ്ബറിന് വില കുറഞ്ഞാൽ പിന്നെ വെട്ടാൻ പോകൂല, വെട്ടിയിട്ട് കാര്യമില്ല എന്നുള്ള നിലയ്ക്ക്. പഴയ കാലത്ത് എന്താണ്, പറങ്കൂച്ചി മുറിച്ച് റബ്ബർ വെച്ചു. അപ്പൊ റബ്ബർ മുറിച്ചാണ്ട് പറങ്കൂച്ചി വെക്കുകയാണ്. ലോകത്തിന്റെ കഥ അങ്ങനെയാണ്. ചില സ്ഥലത്ത് മണ്ടരി, അല്ലോടത്ത് അങ്ങനെ പല നിലക്കും. അള്ളാഹു കൃഷിയിൽ നമുക്കൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ. തോട്ടത്തിൽ കയറുമ്പോൾ ചെല്ലാളൊരു ദിക്ർ മുമ്പത്തെ വേദനൊരിക്കൽ പറഞ്ഞിരുന്നു, അത് ആവർത്തിക്കുന്നില്ല, സമയമല്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇയാൾ അങ്ങനെ കൃഷിയൊക്കെ നോക്കുമ്പോ അല്ലാതെ കരിഞ്ഞു. ഇയാൾക്കങ്ങനെ ഇൽമു സംഗതി ഒന്നുമില്ല. അങ്ങനെ ഇയാൾ അങ്ങനെ പള്ളിയിൽ നിന്നിട്ട് ഇങ്ങനെ ഇബാദത്ത് എടുക്കുമ്പോ ഇബ്ലീസ് ആദ്യം ചെയ്യൽ എല്ലായിടത്തും വന്നിട്ട് പിത്തനാക്കാൻ വേണ്ടിയിട്ട് ഒരു 2 റക്അത്ത് അപ്പുറത്തുനിന്ന് ഇഖ്ലാസോട് കൂടെ നിസ്കരിക്കലാണ്. ഇങ്ങനെ ഉഷാറായിട്ട് ഇഖ്ലാസോട് കൂടെ ഇങ്ങനെ അപ്പുറത്ത് നിസ്കരിച്ച് സലാം വീട്ടിയിട്ട് പിന്നെ ഇയാളിങ്ങനെ ടെൻഷനായിരിക്കുമ്പോ അടുത്ത് പോയി, അല്ല എന്താ നിങ്ങള് മുഖത്തൊരു വാട്ടം? ഒന്നുമല്ല. എന്നാലും നിങ്ങൾ പറയേ, നമുക്ക് പരിഹരിക്കാം. അത് പരിഹരിക്കാൻ കഴിയൂലെന്ന്. എന്ത് പരിഹരിക്കാൻ കഴിയൂല നിങ്ങൾ പറയും? നിങ്ങൾ വിഷയം പറയും. അപ്പൊ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ആണത് എന്നുള്ള അറിയില്ലല്ലോ. ആ പറയും, ഞാൻ കുറെ കൃഷി ചെയ്തു, പല സംഗതിയും ചെയ്തു, ഇപ്പൊ നോക്കുമ്പോണ്ടൊക്കെ കരിഞ്ഞാണ്. അപ്പൊ ഇയാള്, കരിഞ്ഞോ? നിങ്ങൾ നല്ല ഇബാദത്ത് എടുക്കുന്ന ആളാണല്ലോ, ഞാൻ എപ്പോഴും എത്തിയോക്കലുണ്ട്, അപ്പോഴൊക്കെ നിങ്ങൾ നിസ്കരിക്കുകയാണല്ലോ, നിങ്ങൾ വിക്രല്ലാണല്ലോ, നിങ്ങൾ നല്ല നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുകയാണല്ലോ, അള്ളാഹ്ക്ക് നിങ്ങളെ വേണ്ടേ? ഇങ്ങനെയാണെങ്കിൽ ഇപ്പൊ അള്ളാഹു താല ഇജാതി കാര്യങ്ങളൊക്കെ ഇബാദത്തുകളൊക്കെ അള്ളാഹു താലക്ക് ചെയ്യണം, നിങ്ങളെ അള്ളാഹു താല ഇങ്ങനെ ആക്കിയോ? പടച്ചോൻ കേൾക്കുന്ന ആളല്ലേ, വിഷയം എന്നാണ് പറയാറുണ്ട്. അപ്പൊ ഇയാൾ എന്തായി അറിയോ? ഇയാളെ മുതലൊക്കെ സൂക്ഷിച്ചു വെച്ച നല്ല ഇതിന്റെയൊക്കെ വിളവ് കിട്ടിയാൽ പൈസ എടുത്തേക്കാൻ വേണ്ടിയിട്ട് എന്തായിട്ടുണ്ട്, നല്ല അലമാരൊക്കെ വാങ്ങിയിട്ടുണ്ട്. ആ അലമാരന്റെ താക്കോലുണ്ട് കയ്യില്. ഇത് പുറത്തേക്ക് ഇറങ്ങിയിട്ട് അള്ളഹാനോട് പടച്ചോനെ ജിന്നെ പറ്റിച്ചു, ഞാൻ ഒരുപാട് കാലം ഇബാദത്ത് എടുത്തിട്ട് എന്റെ കൃഷി കൊണ്ട് ജിദ്ദല്ല കിട്ടി, ഇന്നാ പിടിച്ചോ താക്കോല്, ഒരൊറ്റടനാണ്. അങ്ങനെ ടോട് കൂടെ ആ താക്കോല് അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്നു.
എന്നിട്ട് കുറച്ചു കഴിഞ്ഞപ്പോൾ ആ താക്കോലൊരു സർപ്പമായി വരുന്നു. പാമ്പായി വന്നയാളുടെ കഴുത്തിലങ്ങ് മുറുകി. ജനാസ കുളിപ്പിക്കുന്ന സമയത്ത് അതൊന്ന് ഒഴുകിപ്പോയെങ്കിലും വീണ്ടും ആ പാമ്പ് വന്ന് കഴുത്തിൽ മുറുകുകയാണ്. നിനക്ക് ദുനിയാവല്ല വേണ്ടത്, നിന്റെ ദുനിയാവിന്റെ കഥ ഇതാണെന്ന് പറഞ്ഞ് മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ 200 കൊല്ലത്തിലധികം ഇബാദത്തെടുത്ത ഒരു വ്യക്തി അവസാനം റബ്ബിനോട് പ്രതിഷേധം അറിയിച്ചപ്പോ അള്ളാഹു ചെയ്തു കൊടുത്ത ശാരീരികമായ അനുഗ്രഹങ്ങൾ, അള്ളാഹു ചെയ്തു കൊടുത്ത കായികമായ നിഅമത്തുകൾ, അള്ളാഹു ചെയ്തു കൊടുത്ത അവരുടെ ജീവിതത്തിലുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ എല്ലാം അങ്ങ് വിസ്മരിച്ചപ്പോൾ ആ ഒരൊറ്റ വിസ്മരിച്ചതിന്റെ ഫലമായി അയാളുടെ ഇബാദത്ത് മുഴുവനും നഷ്ടപ്പെടുകയാണ്. എന്തേ കാരണം? ദുനിയാവന്റെ കൂടെയുണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഭൗതിക ലോകത്തെ സംബന്ധിച്ചിടത്തോളം منه بعجله يبله الغبن في بيع وفي سلم مولاي. ഒരാള് ആഖിറത്തിന് ദുനിയാവിന് പകരം ആഖിറത്തിന് വിറ്റാൽ അവന്റെ കച്ചവടം, അവന്റെ സെയിലെല്ലാം നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ ഭൗതിക ലോകത്ത് ജീവിക്കുമ്പോ അത്തജാഫി അൻദാരിൽ ഖുറൂർ, ഈ വഞ്ചിക്കുന്ന ലോകത്തെക്കുറിച്ച് വല്ലാത്തൊരു കാര്യബോധത്തോടുകൂടെ പ്രവർത്തിക്കണം. ഈ വഞ്ചനാത്മകമായ മേഖലയിൽ ജീവിക്കുന്ന സമയത്ത് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം. ആ നിലയ്ക്ക് ജീവിക്കാൻ കഴിയൂ. അഥവാ അള്ളാഹു നമുക്ക് നൽകിയ സമ്പാദ്യം കൊണ്ട് വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ, അള്ളാഹു നമുക്ക് നൽകിയത് കൊണ്ട് സ്വർഗം വാങ്ങാൻ കഴിയണം. അങ്ങനെ സ്വർഗം വാങ്ങുന്നവരാണ് മുഅ്മിനീങ്ങൾ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അതുകൊണ്ട് ഈ ഭൗതിക ലോകത്തെ സംബന്ധിച്ചിടത്തോളം സഹീഹായ ഹൃദയം ഒരാൾക്കുണ്ടോ, അതിന്റെ ലക്ഷണം എന്താണ്? അത്തജാഫി അൻദാരിൽ ഖുറൂർ. രണ്ടാമത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് വൽ ഇനാബത്തു ഇലാ ദാരിൽ ഖുലൂദ്, ശാശ്വതമായ പരലോകത്തിന് വേണ്ടി ആരാണോ ഇറങ്ങുന്നതെങ്കിൽ ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുലാ ഖാലിദീന ഫീഹാ ലാ യബ്ഗൂന അൻഹാ ഹിവലാ. പിരിച്ചുവിടലില്ല, തള്ളിമാറ്റലില്ല, പുഷിംഗ് ഇല്ല. ആ ഒരു ലോകമല്ലേ പ്രിയപ്പെട്ടവര് സ്വർഗം. ആ സ്വർഗത്തിന് വേണ്ടി തയ്യാറാകുന്നവരാണ്. അല്ലാഹു തആല സ്വർഗപ്രവേശനം കൊണ്ട് നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. ദുന്യാവിന്റെ ചിന്തയല്ല, അള്ളാഹുവിന്റെ അടിമയായി അള്ളാഹുവിന്റെ അടുക്കിലേക്ക് എത്തണം എന്ന ബോധം. നിങ്ങൾ നോക്ക്, മഹാനരായ ഖളിർ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ദിവസം അവിടെ നിന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഖളിർ നബിയുടെ പ്രത്യേകത എന്താണ്? എപ്പോഴും യാത്ര ചെയ്യണം. യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു നല്ല കാര്യമാണല്ലോ. മുമ്പ് സൂചിപ്പിച്ചിരുന്നു, യാത്ര ചെയ്യുന്നവരും അല്ലാത്തവരും തമ്മിൽ ഗസാലി ഇമാമ് പറഞ്ഞ വെള്ളത്തിന്റെ ഉപമ. അപ്പൊ അവിടുന്ന് എപ്പോഴും സഞ്ചാരപ്രിയനാണ്. എല്ലാ മേഖലയിലൂടെയും അവിടുന്ന് എത്തും. ചില സമയത്ത് പെട്ടെന്നെത്തും. അങ്ങനെയാണല്ലോ, ചില ആളുകൾക്ക് ദൂരം പെട്ടെന്ന് താണ്ടാൻ കഴിയും. ബഹുമാനപ്പെട്ട ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു കാന ബരീദൻ ഇല ശാം മിൻ അമീരിൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സന്ദേശം അയക്കാൻ വേണ്ടിയുള്ള ആളായിരുന്നു. അങ്ങനെ ബഹുമാനപ്പെട്ട ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് ഇങ്ങനെ പോകുന്ന സമയം അങ്ങോട്ട് 9 ദിവസം കൊണ്ട് യാത്ര ചെയ്തു. ഷാമിൽ നിന്ന് മദീനയിലേക്ക്, ഇങ്ങോട്ടാണ്.
മദീനയിലേക്ക് യാത്ര ചെയ്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ സിയാറത്ത് ചെയ്യാൻ എന്ത് ചെയ്യും? 9 ദിവസമൊക്കെ യാത്ര ചെയ്യാൻ പറഞ്ഞ വല്ലാത്ത വിഷമാണ്. ആ വഴിയൊന്ന് ചുരുക്കി കിട്ടാൻ അങ്ങനെ അവിടുന്ന് 2 ദിവസം കൊണ്ട് തിരിച്ചു കെട്ടി. എങ്ങനെ? മഹാനരായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞു, വഴി അടുപ്പിച്ച് കിട്ടാൻ വേണ്ടി വഴി അടുത്ത് കിട്ടാൻ വേണ്ടി എന്നാണ്. 2 ദിവസം കൊണ്ട് ആദം നബി അലൈഹിസ്സലാം ഭൂമിയിലേക്ക് ഇറങ്ങി 100 കൊല്ലം കരഞ്ഞു എന്നാണ്. എത്ര കൊല്ലം? 100 കൊല്ലം ആദം നബി അലൈഹിസ്സലാം കരഞ്ഞു. ആ കരച്ചില് കണ്ടിട്ട് കരഞ്ഞ ജീവികൾ വരെയുണ്ട് എന്നതാണ്. ഒരുപാട് കരഞ്ഞവരിൽപ്പെട്ടവരാണ് ആദം നബി. ആ കരച്ചിലാണ് ഇഞ്ചി ഉണ്ടായത് എന്നും അതുപോലുള്ള സംഭവങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ആദം നബി അലൈഹിസ്സലാം കരഞ്ഞതിന്റെ പേരിൽ ഒരു വാദി, ഒരു ചാല് തന്നെ ഒഴുകിയിരുന്നു എന്ന് കാണാം. കണ്ണുനീരൊഴുകിയിട്ട് ആദം നബിയുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമുക്ക് ഖൗഫ് പ്രദാനം ചെയ്യുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ആദം നബി അലൈഹിസ്സലാം അങ്ങനെ കരഞ്ഞു. അല്ലാഹു തആല ജിബ്രീൽ അലൈഹിസ്സലാമിനെ പറഞ്ഞയച്ചിട്ട് വിഷയങ്ങളൊക്കെ സോൾവ് ആയിട്ട് നിങ്ങളൊന്നും ബേജാറാകണ്ട എന്നൊക്കെ പറഞ്ഞപ്പോൾ സമാധാനിച്ചു. എന്നിട്ട് ആദം നബിനോട് പറഞ്ഞു ഒന്നാണ് നടക്കാൻ. ഇമാം അബൂ നഈം റളിയല്ലാഹു അൻഹു അവിടുത്തെ അൽ മാരിഫയിൽ ഉദ്ധരിച്ചതായി കാണാം. അവിടുന്ന് ഇങ്ങനെ നടക്കാൻ വേണ്ടി പറഞ്ഞു. ഭൂമി മുഴുവനും അവിടുന്ന് ഒരൊറ്റ നടത്ത, 1 ദിവസം കൊണ്ട് ഭൂമി മുഴുവനും നടന്നു. ഭൂമി മുഴുവനും എല്ലാ ഭാഗത്തും. അങ്ങനെ ആദം നബി അലൈഹി സ്വലാമിന്റെ കാൽ പതിഞ്ഞ സ്ഥാനത്തൊക്കെ അല്ലാഹു തആല ഒരു മലക്കിനെ സൃഷ്ടിച്ചിട്ടുണ്ട്. ആ മലക്കിനെ സൃഷ്ടിച്ച സ്ഥലത്താണ് വിശ്വാസികളുടെ, മുഅ്മിനീങ്ങളുടെ വീടുകൾ വരിക എന്ന് പറഞ്ഞതായി കാണാം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ യാത്ര ചെയ്ത കുറെ ആൾക്കാരുണ്ട്. ആ യാത്ര ചെയ്തവരിൽപ്പെട്ട മഹാനാണ് ആര്? ഖളർ നബി അലൈഹിസ്സലാം എന്ന് പറയുന്ന നബി. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുമ്പോ ഒരു സാധു ഇങ്ങനെ വരുന്നുണ്ട്. ഈ സാധു വന്നിട്ട് അഖ്സംതു ബില്ലാഹ്, അല്ലാഹുവെ മുൻനിർത്തി ഞാൻ പറയുന്നു, എനിക്ക് എന്തെങ്കിലും തരണം. ആരോടാ പറയുന്നത്? മഹാനരായ ഖളർ അലൈഹിസ്സലാമിനോട് പറയുന്നു, അല്ലാഹുവെ ഞാൻ മുൻനിർത്തി ചോദിക്കുകയാണ്, എനിക്ക് എന്തെങ്കിലും തരണം. ഖളർ നബി കുടുങ്ങി. കാരണം ഒന്നും കയ്യിലില്ല, പൈസ അല്ല. ഇനി എന്തെങ്കിലും ഈത്തപ്പഴോ അതല്ലെങ്കിൽ റൊട്ടിയോ എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ കൊടുക്കാനുമില്ല. ചോദ്യമാണെങ്കിലോ അള്ളാനെ മുൻനിർത്തിയിട്ട് ഒരാൾ ഒരു കാര്യം ചോദിച്ചാൽ കൊടുക്കണം എന്നാണ്. അപ്പൊ ഇനി കടം ചോദിക്കുമ്പോൾ അങ്ങനെ ചോദിച്ചാൽ മതി. അതിനിപ്പോ അത് കേൾക്കും വേണ്ടവര് അല്ലേ? അങ്ങനെ ചോദിച്ചാൽ കൊടുക്കാതിരിക്കാൻ പാടില്ല എന്നാണ്. അങ്ങനെ അള്ളാഹുവെ മുൻനിർത്തി ചോദിച്ചൊന്നും കൊടുക്കാനില്ല. അപ്പോ അയാളോട് പറഞ്ഞു, നിങ്ങള് അള്ളാനെ മുൻനിർത്തിയിട്ട് ചോദിച്ചത്, എന്റെ അടുത്ത് ഒന്നും തരാല്ല. ഏതായിരുന്നാലും നിങ്ങൾ കാര്യം ചെയ്യും, ഇന്നലെ എടുത്തോളി എന്നാണ്. ഇന്നലെ പിടിച്ചോളി, അതാണ് ഇന്നലെ പിടിച്ചോളി. പട്ടാമ്പിക്ക് പണ്ട് 1.25 ബസ്സായിരുന്ന കാലത്ത് ബസ്സിന് കയറിയപ്പോ 25 പൈസ കൊടുക്കാനില്ലായിരുന്നു. അപ്പൊ എവിടെ ചൂടാഴ്ചപ്പോ നിങ്ങൾ ഇന്നലെ എടുത്തോളി, എനിക്ക് പ്രശ്നമല്ല, ഏതായാലും വയസ്സും പ്രായമൊക്കെ ആയിക്കോളൂ, ഇന്നലെ ഉണ്ടായിക്കോളി, 25 പൈസക്ക് പകരം ഇതേപോലെ എന്താണ് ഇന്നലെ എടുത്തോളി എന്ന് പറഞ്ഞു. അപ്പൊ ഇന്നലെ എടുത്തോളി എന്ന് പറഞ്ഞപ്പോ ഇയാള് ആരാന്ന് അറിയില്ലല്ലോ. അവസാനം സമ്മതിച്ചു. അങ്ങനെ ഹൃദയനബിനേട്ട് അങ്ങനെ പോയിട്ട് അങ്ങാടി കൊണ്ടുപോയിട്ട് ഇതാന്ന് പറഞ്ഞിട്ട് 400 നാണയത്തിനാണ് വിറ്റു. നബി അലൈഹി സ്വലാമിനെ 400 നാണയത്തിന് വിൽക്കുമ്പോഴൊക്കെ നിന്ന് കൊടുക്കുകയാണ്. നമ്മളാണെങ്കിൽ എന്താ വെച്ചാൽ പെരറ്റിക്കൊന്നു കൊടുത്തിട്ട് ഉന്തിയാണ് കായ് വെച്ചാൽ, ഇല്ലെങ്കിൽ പോയാൽ പോരെ എന്ന് വെച്ചിട്ട് അങ്ങനെയാണല്ലോ. ഇത് പെരീക്കൊരാൾ ചോദിക്കാൻ വേണ്ടി വന്നപ്പോ പണിക്കാരനത്ര പറഞ്ഞു ഇവിടെ ഒന്നുമില്ല. അപ്പൊ ഇങ്ങനെ അയാൾ കയറി വരുമ്പോ ഒരാൾ ഇറങ്ങി പോകുമ്പോ എന്തോ പറഞ്ഞു ഒന്നുമില്ല, എന്നാ ഇവിടെ വാന്ന് പറഞ്ഞു. ഇങ്ങോട്ട് പെരീക്ക് കയറ്റിയിട്ട് ഇതേ ഇവിടെ ഉണ്ട് എന്ന് പറയാനും അധികാരം ഇച്ചാണ്, ഇല്ല എന്ന് പറയാനും ഇച്ചാണ്. ഓനല്ല പറയേണ്ടത്, ഞാനാ പറയേണ്ടത്, ഇവിടെ ഒന്നുമില്ല ജയിക്കുവാറ്. അപ്പൊ ഈ നിലയ്ക്ക് ചിലപ്പോൾ ആളുകൾ എന്താകലുണ്ട്, ആട്ടി ഓടിക്കലുണ്ട്. ബഹുമാനപ്പെട്ട ഖളർ അലൈഹിസ്സലാം ഇങ്ങനെ വന്നു, 400 ദിർഹം അയാളടുത്തുനിന്ന് വാങ്ങി അയാൾ പോയി. അങ്ങനെ ഇയാള് വീട്ടിൽ കൊണ്ടുപോകുക. വിശ്വസിക്കാത്ത ഒരാളാണ്. ഈ വിശ്വസിക്കാത്ത ഒരാള് കണ്ടപ്പോൾ പ്രായം തോന്നി, എന്നാലും ഇങ്ങനെ കൊണ്ടുപോയി. 400-നാണ് വിറ്റത്. ഓക്കെ, വീട്ടിൽ കൊണ്ടുപോയി. കുറെ ദിവസം കഴിഞ്ഞിട്ട് ഒരു പണി എടുപ്പിക്കണില്ല.
ഒന്നുമില്ല, മുറ്റടിച്ച് ചോദിക്കണില്ല, അല്ലെ വെള്ളം കൊണ്ടിരിക്കണില്ല, കന്നുകാലികളെ മേക്കാൻ വിടണില്ല, ഒന്നും ചെയ്യണില്ല. അപ്പൊ ഖദർ നബി അലൈഹിസ്സലാം ചോദിച്ചു, നിങ്ങൾ 400 ദിർഹം കൊടുത്തു വാങ്ങിച്ച ഒരാളല്ലേ ഞാൻ, പിന്നെ എന്താണ് നിങ്ങൾ എന്നെ കൊണ്ട് പണിയെടുപ്പിക്കാത്തത്? ബഹുമാനപ്പെട്ട ഖദർ അലൈഹിസ്സലാമിനോട് പറഞ്ഞു, നിങ്ങൾക്ക് പ്രായമായിട്ടുണ്ട്, ഞാൻ ഏൽപ്പിക്കാൻ പോണ പണി നിങ്ങൾക്ക് കഴിയൂല. നിങ്ങൾ എങ്ങനെ പറയാ? ഒന്ന് ഏൽപ്പിച്ചോട്ടിയിട്ടുണ്ടോ? അപ്പൊ പിന്നെ പരീക്ഷിക്കണം എന്ന നിലക്ക് വലിയൊരു പാറുണ്ട്. ഒരുപാട് ആളുകൾക്ക് ദിവസങ്ങളോളം മെനക്കെട്ടിട്ടത് നീക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്റെ മുറ്റത്തെന്റെ വീടിന്റെ ഭംഗിയെ ഇല്ലാതെയാക്കുന്ന, എന്റെ സൗകര്യത്തെ ഇല്ലാതെയാക്കുന്ന ഒരു പാറ ഇതാ. ഈ പാറ അങ്ങ് മേലെ കണ്ടത്തിൽ കൊണ്ടുപോയി വെക്കാൻ കഴിയുമോ നിങ്ങൾക്ക്? അത്തരല്ലേ പണിയുള്ളൂ. ഇൻഷാ അല്ലാഹ്. നബി അലൈഹി സ്വലാം അങ്ങനെ കൈകൊണ്ട് അങ്ങനെ ഉന്തി, ആ പാറ ഇങ്ങനെ ഉരുണ്ടു. വലിയ പാറ അതങ്ങനെ ഉരുളന്നെ. ഇന്നത്തെ പോലെ ജനാബ് ചേമന്റെ ഒരു ബാക്കിയൊന്നുമില്ല, JCB അതൊന്നുമില്ലല്ലോ. അപ്പൊ ഇങ്ങനെ എന്താണ്, ഇതിങ്ങനെ ഉരുട്ട് തന്നെ ഉരുട്ട് ഇങ്ങനെ കയറി അങ്ങനെ പോയി. ഇങ്ങനെയാ ഇതുദ്ധരിച്ച മഹാനരായ അല്ലാമ വചനി തങ്ങൾ പറയുന്നു, അല്ലാഹു തആല മലക്കിന്റെ സഹായം ചെയ്തു കൊടുത്തു. തൊടുന്നത് ഖിദർ നബിയാണെങ്കിലും ഉന്തുന്നത് മലക്കുകളാണ്. അങ്ങനെ മലക്കുകൾ ഉന്തി അങ്ങനെ അപ്പുറത്തേക്ക് ആക്കിക്കൊടുത്തു. അള്ളാഹുവിനെ ഭയപ്പെട്ട ആളുകൾക്ക് മലായികത്തിന്റെ സഹായമുണ്ട്. യഹ്ഫളൂന മിൻ അംരില്ലാഹ്, യഹ്ഫളൂനഹു മിൻ അംരില്ലാഹ്. അള്ളാഹുവിന്റെ ഓരോ ഖളായിൽ എന്തെങ്കിലും മൈനസായി ജീവിതത്തിൽ വന്നു ഭവിക്കാനുണ്ടെങ്കിൽ ഇവന്റെ ദുആഇന്റെ കാരണത്താൽ അള്ളാഹു പ്രത്യേകം സംരക്ഷിക്കാൻ മലക്കുകളെ നിയോഗിക്കുമെന്ന് ബയ്യനല്ലാഹു അസ്സ വജൽ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട ഖദർ അലൈഹിസ്സലാം ഇങ്ങനെ ഉന്തിപ്പോണത് ഇങ്ങനെ കണ്ടപ്പോ വല്ലാത്തൊരു സംഭവം തന്നെ. അപ്പൊ ഇയാളും ആകെ അത്ഭുതപ്പെട്ടു. പിന്നെ ഇയാൾക്കൊരു വഴിക്ക് യാത്ര പോകണം. യാത്ര പോകുമ്പോ നല്ല വിശ്വസ്തനാണ് എന്നുള്ള നിലക്ക് നിങ്ങൾ എന്റെ കുട്ടികളെയും ഭാര്യനെയും മക്കളെ ഇവരൊക്കെ ഒന്ന് നോക്കണം, അങ്ങനെ നല്ല സംരക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആളെ ഏൽപ്പിച്ചു. അപ്പൊ പണിയൊന്നും ഏൽപ്പിക്കണില്ലേ എന്ന് ചോദിച്ചു. ഇന്നാലത്തെ പണി കണ്ടിട്ട് എന്നെ മതിയേക്കണ്, ആകെ അന്തം വിട്ട് ഇറക്കുകയാണ്. പണിയൊന്നും ഏൽപ്പിക്കണില്ലേ എന്ന് ചോദിച്ചു. എന്താ ഇപ്പൊ പണി ഏൽപ്പിക്കാൻ? എന്നാലും നിങ്ങൾക്ക് ഇവിടെ ഒന്നും വേണ്ടെന്ന് വെച്ചു. എന്നാ ഞാൻ വരുമ്പോഴത്തിന് നിങ്ങൾ കുറച്ച് ഇഷ്ടിക ഉണ്ടാക്കണം, കല്ല്. പഴയ കാലത്തെ ഇല്ലങ്ങളിലൊക്കെ കാണാം വലിയ കല്ലുണ്ടാക്കുക, വലിയ നീളത്തിൽ. ഇന്ന് സാധാ നമ്മളെ ചുമര് ഓരോ ഭാഗത്ത് 24 സെന്റിയാണ്, ചില ഭാഗത്ത് 23 സെന്റിയാണ്, 20 സെന്റിയാണ്. നമ്മളെ ഈ കൊണ്ടോട്ടി കരിപ്പൂര് ഭാഗത്തൊക്കെ ചുമര് വണ്ണത്തിന് കൂട്ടൽ 20 സെന്റിമീറ്ററാണ്. അഥവാ 20 സെന്റിമീറ്ററാണ് ഈ കല്ലിൻ്റെ ഉണ്ടാവുക. ഇതങ്ങനെയല്ല, നല്ല വീതി, നല്ല സംഭവം. അങ്ങനെയൊക്കെ പഴയ കാലത്ത് വലിയ കല്ലുകൾ കാണാം. അപ്പൊ അങ്ങനെ വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്താണ്, കട്ടുണ്ടാക്കണം. കാരണം കുല്ലു ഹർഫിൻ മുസ്തഹിഖുൽ ലിൽ ബിനാ വൽ അസ്ലു ഫിൽ മബീനി അയ്യു സക്കന. എല്ലാ ഇഷ്ടിക കൊണ്ടും വീടുണ്ടാക്കാം. വീടുണ്ടാക്കിയാൽ വൽ അസ്ലു ഫിൽ മബീനി, വീടുണ്ടാക്കിയ പിന്നെ അതിൽ താമസിക്കണം എന്നാണ്, അല്ലേ? അങ്ങനല്ലേ മഹാന്മാര് പറഞ്ഞത്. അപ്പൊ വീടിനുണ്ടാക്കാൻ നല്ല കട്ടുണ്ടാക്കണം. ഖദർ നബി അലൈഹിസ്സലാം ചോദിച്ചു, എന്തിനാണ് കട്ട? അതൊന്നുമല്ല, അത് വീടുണ്ടാക്കാനാണ്. എങ്ങനെ നിങ്ങൾ വീട് ഉദ്ദേശിക്കണത്? അപ്പൊ പ്ലാനൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. അയാൾ പോയി വന്നപ്പോഴേക്ക് കട്ട മാത്രമല്ല, അയാൾ ഉദ്ദേശിച്ചതിനേക്കാൾ ഭംഗിയായി വീട് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ദിവസം കൊണ്ട് വെറൈറ്റിയാണ്. ആകെ അത്ഭുതപ്പെട്ടല്ലോ. അപ്പൊ ചോദിച്ചു ഖദർ നബിനോട്, നിങ്ങൾ ആരാ? ഞാനാരാ? നിങ്ങൾ കായ് എടുത്തു വാങ്ങിയ അടിമ, നിങ്ങൾ 400 റുപ്യക്ക് വാങ്ങിയ അടിമ. അതെന്താ പത്ര ചോദിക്കാന്? അതല്ല ചോദിച്ചത്, നിങ്ങൾ ആരാ? അതെ ഞാൻ അടിമ, നിങ്ങൾ 400 റുപ്യ കൊടുത്തിട്ട് വാങ്ങിയ അടിമയാണ് ഞാന്. അത് ശരി, അതല്ല എന്റെ ചോദ്യം. ഇങ്ങനെയൊക്കെ കാണിക്കണ്ടല്ലോ. അതുകൊണ്ട് അഖ്സംതു ബില്ലാഹ്, അള്ളാനെ മുൻ നിർത്തിക്കൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ആരാങ്ങള്? അയാളൊരു ചോദ്യം. അപ്പൊ ഇയാള് പറഞ്ഞു, ഈ ചോദ്യമാണ് എന്നെ ഇവിടെ എത്തിച്ചത്. അന്നൊരാൾ ഇങ്ങനെ ചോദിച്ചപ്പോ എന്നെ ഇവിടേക്ക് എത്തിച്ചു. ആ ഒരു ചോദ്യമല്ലേ ഇവിടേക്ക് എത്തിച്ചത്. അതുകൊണ്ട് ഞാൻ പറയണ്, ഞാൻ ഒരു ഇങ്ങനെയൊക്കെയുള്ള ഒരാളാണ്. ഖദർ പ്രവാചകനാണ്, നബിയാണ്. വിഷയങ്ങളൊക്കെ പറഞ്ഞപ്പോ ആ വ്യക്തി ബഹുമാനപ്പെട്ട ഖദർ നബി അലൈഹിസ്സലാമിനെ കൊണ്ട് വിശ്വസിച്ചു എന്നതാണ്.
അഖ്സംതു ബില്ലാഹ് എന്നയാൾ പറയാൻ കാരണം അത് പഴയകാല ആളുകൾ അല്ലാഹ് എന്ന് കേട്ടിരുന്നു എന്നുള്ളതിന്റെ പേരിലാണ്. എന്നാൽ അള്ളാഹുവിനെ മുൻനിർത്തി ചോദിച്ചപ്പോഴും എന്നിട്ട് ഖദർ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഞാൻ നിങ്ങൾ പറഞ്ഞപ്പോ പറയാൻ കാരണം, അന്ന് ചോദിച്ചപ്പോ എന്നെ തന്നെ നൽകാൻ കാരണം, അള്ളാഹുവെ മുൻനിർത്തി ഒരാൾ ചോദിച്ചാൽ കൊടുത്തിട്ടില്ലെങ്കിൽ പരലോകത്ത് രക്ഷയില്ല. അതുകൊണ്ട് എനിക്ക് ഈ ലോകമല്ല വലുത്, പരലോകമാണ്. വൽ ഇനാബതു ഇലാ ദാരിൽ ഖുലൂദ്, വൽ ഇനാബതു ഇലാ ദാരിൽ ഖുലൂദ്, ശാന്തിയുടെയും സമാധാനത്തിന്റെയും വീട്ടിലേക്കുള്ള മടക്കമാണ്. അതുകൊണ്ട് ഭൗതിക ലോക ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം പരലോകം ചിന്തിക്കാൻ വേണ്ടി ആരാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവരാണ് സ്വാലിഹീങ്ങൾ. അതുകൊണ്ട് റഫീഖ ഖൗമി ലഹും സാദു വഅൻത ബിഗൈരി സാദി. സ്വാലിഹീങ്ങൾക്ക് ഇബാദത്തുണ്ട്. സാലിഹീങ്ങൾ കഴിഞ്ഞുപോയ കാലങ്ങളിലൊക്കെ ഒരുപാട് ഇബാദത്തുമായി മുന്നേറിയവരാണ്. അവരെ ബറക്കത്ത് കൊണ്ട് റബ്ബ് തആല രക്ഷപ്പെടുത്തുമാറാവട്ടെ. അതുകൊണ്ട് അവിടേക്ക് ഒരാൾ തയ്യാറായാൽ അവർക്ക് 6 ഗുണങ്ങളുണ്ടാകും. ആ ഗുണമാണ് മഹാന്മാര് പറഞ്ഞത്, ഖദ് കുന്ത ബിസ്ദിഖി വൽ ഇഖ്ലാസി വസ്സുഖ്ദി വൽ ഇജ്തിഹാദി വഫി യൽ വഅദി വൽ അഖ്ദി വകുല്ലു അഹ്ലി തുഖാ വൽഹുദി വൽ ജുഹദി യദ്ഉക യാ ഗൗതൽ അലം മുഹിയദ്ദീനി യാ മഹാനരായ ഗൗസുൽ ആദം അവിടുന്ന് ഉദ്യാത്മിക മേഖലയിലെ ഉന്നതിയിലെ ഉയരങ്ങളിലേക്ക് ഉത്തുംഖതയിലേക്ക് ഉഡ്ഡയനത്തിന് വിധേയമാവാൻ കാരണം ജീവിതത്തിൽ 6 ഗുണങ്ങൾ മേളിച്ചതിന്റെ പേരിലാണ്. ഒന്ന് സിദ്ഖ് എന്നതാണ്, സത്യം പറയണം. ഇന്നൽ മുഅ്മിന ലാ യക്രിബു, ഒരു മുഅ്മിനിന്റെ നാവിൽ നിന്ന് കളവ് വരൂല. ഖല റസൂലുള്ളാഹി, കള്ളം പറയല്ല എന്നും ചൊന്നാരെ കള്ളന്റെ കയ്യില് പൊന്നെ കൊടുത്തോവർ. മഹാനരായ ഗൗസുൽ ആദമിന്റെ ജീവിതത്തിൽ എങ്ങനെ കാണാം? അതുകൊണ്ട് സത്യം പറയുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ജീവിതത്തിൽ സത്യസന്ധത എന്നത് വിലപ്പെട്ട വിഷയമാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. രണ്ടാമത് വസ്സുഹദ്, പരിത്യാഗമാണ്, സുഹൃദാണ്. ദുനിയാവിനോടുള്ള സുഹൃദ്, പരിത്യാഗം, ഭൗതികതയാൽ ഭരിക്കപ്പെടാതിരിക്കുക, ഇബാദത്തിന് ഭൗതിക സാഹചര്യങ്ങൾ തടസ്സമില്ലാതിരിക്കുക എന്നതാണ്. ഒരിക്കൽ ബഹുമാനപ്പെട്ട അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ ചോദിച്ചു, എന്താണ് സുഹൃദ്, എന്താണ് പരിത്യാഗം? അപ്പൊ പറഞ്ഞു അവിടുന്ന്, ഇൻ ഉഅ്തീനാ ശകർനാ വ ഇൻ മുനിഅനാ സബർനാ. കിട്ടിയാൽ നന്ദി ചെയ്യുക, കിട്ടിയിട്ടില്ലെങ്കിൽ ക്ഷമിക്കുക. എന്താണ്? കിട്ടിയാൽ നന്ദി ചെയ്യുക, കിട്ടിയിട്ടില്ലെങ്കിൽ ക്ഷമിക്കുക. അപ്പൊ ചോദിച്ചാൾ പറഞ്ഞു, ഞങ്ങളവിടുത്തെ നായ്ക്കളും അങ്ങനെയാണ് പറഞ്ഞു. കിട്ടിയാൽ നന്ദി കേട്ടും, കാരണം കൊടുത്തവർക്ക് ഇങ്ങനെ വൈബസ് ബിസ് ഇന്ദ റുഹിയത്തി കാണുന്ന സമയത്ത് എന്താവും, ഇങ്ങനെ വാലാട്ടി കാണിക്കും, ഇങ്ങനെ വാലാട്ടി കാണിക്കും. ഞങ്ങളവിടെ നായ്ക്കളോ കിട്ടിയിട്ടില്ലെങ്കിലോ അയിട്ടെങ്ങനെ മണ്ടിനുണ്ടാവും, അങ്ങനെ പോകണുണ്ടാവും, വേറെ തിരക്കൊന്നുമില്ല, ഇങ്ങനെ ഓടുന്നുണ്ടാവും. അങ്ങോട്ടും അങ്ങനെ ഓടിയിട്ട് വന്ന് ഇങ്ങോട്ട് ഇങ്ങനെ വരും, ഒന്ന് ഇങ്ങനത്തെ ഈ കുട്ടികൾ ഇങ്ങനെ വട്ടളിച്ചനായിരിക്കും. ഇങ്ങനെ അയിട്ടെങ്ങനെ കൂടിയാലൊരു രസമാണല്ലോ, അങ്ങനെ ഒഴിഞ്ഞിങ്ങനെ നോക്കിയൊക്കെ ആയിട്ടുള്ള സംഭവം. അവ ഇങ്ങനെയാണ്, കിട്ടിയിട്ടില്ലെങ്കിൽ എങ്ങനെയാണ്, കിട്ടിയാൽ ഇങ്ങനെയാണ്. നായ്ക്കളും എങ്ങനെയാണ് അറിയാം. അപ്പൊ അബൂ ഹനീഫ ഇമാം ചോദിച്ചു, പിന്നെ എങ്ങനെയാണ്? അവിടുന്ന് പറഞ്ഞു, ഇൻ ഉഅ്തീനാ ആതർനാ വ ഇൻ മുനിഅനാ ശകർനാ. ഞങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയാൽ ഞങ്ങളത് നോക്കും, പറ്റുമല്ലേ, ഇത് ഹറാമാണോ അല്ലേ എന്ന് നോക്കും. ബഹുമാനപ്പെട്ട അബൂ ഹനീഫ ഇമാമിനെ പോലെയുള്ള ആളുകൾക്ക് അതിന് കഴിവുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ടവർ വുളു എടുക്കുന്ന സമയത്ത് ഒരു ദിവസം ഒരാൾ ഇങ്ങനെ വുളു എടുക്കുക,
ഹൗളെന്ന് ഉതുടുക്കാൻ നോക്കുമ്പോൾ ഹനഫി മദ്ഹബിനനുസരിച്ച് അശറത്തുൻ ബി അശറ എന്ന് പറയും. വലിയ ഹൗളാകണം എന്നാണ്. 10 മുഴ നീളം, 10 മുഴ വീതി, അങ്ങനെ വലുത്. ഇവിടെ ഇങ്ങനെ ഇളക്കിയാൽ അവിടെ ഇളകരുത്. ആ കോലത്തിൽ എന്താവണം? ഹൗള് വേണമെന്നാണ് ഹനഫി മദ്ഹബിന്. അപ്പോ അതിന്റെ കാരണം എന്താണ്? ഒരിക്കൽ മൂപ്പര് പള്ളിയിൽ പോയി. പള്ളിയെ പോയപ്പോ ചെറിയ ഹൗളെന്ന് ഇങ്ങനെ ഉതുടുക്കുക ഒരാള്. അങ്ങനെ ഉതുടുക്കണ സമയത്ത് വെള്ളം ഇങ്ങനെ ചാടുക, മുഖത്തുനിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ ചാടുമ്പോ ഓൻ്റെ അടുത്ത് പോയിട്ട് ഊതുണ്ടാക്കാൻ വരട്ടായിരുന്നു. എന്തേന്ന് വെച്ചു, ജമാഅത്തല്ല നോക്കടി, ഊതുണ്ടാക്കാൻ വരട്ടായിരുന്നു. ഉമ്മാനെ പോയി പൊരുത്തപ്പെടിക്കാറ്, ഉമ്മാനെ ചീത്ത പറഞ്ഞിട്ടാ വരുന്നതാണ്. അപ്പൊ ഉമ്മാന്റെ മുഖത്തേക്ക് ദേഷ്യത്തോടു കൂടെ ആ നോക്കിയ ആ സംഭവം അത് രക്തമായിട്ട് ഇങ്ങനെ വരികയാണ്. അത് ഇവിടെ തന്നെ ബാക്കി ഇങ്ങനെ തങ്ങി നിൽക്കുകയാണ്. അതായത് ആത്മീയ രംഗത്ത് സാധാരണ ആൾക്കാർക്ക് ഊതുണ്ടാക്കുമ്പോ എന്ത് തെറ്റായി ഇത് അറിയില്ല, വെള്ളം അതായത്തേക്ക് ആടുന്നത്. ഇതിങ്ങനെ ഈ നിലയ്ക്ക് എന്താകുകയാണ്, ഇങ്ങനെ ഉമ്മാനെ ചീത്ത പറഞ്ഞിട്ടാ വരുന്നതാണ്. എന്നിട്ട് പറഞ്ഞു ഇങ്ങനെ കുറെ ആൾക്കാർ കുറെ ദോഷം ഇങ്ങനെ ചെറിയ ഹൗലൊക്കെ ആകുമ്പോ ഇങ്ങനെ കലർന്ന അതിൽ പ്രശ്നമല്ല, അപ്പൊ കുറച്ച് വലിപ്പം കൂട്ടുക നല്ലത് എന്ന് മദ്ഹബ് മാറാൻ കാരണം എന്ന് പറയുന്നതാണ്. ആ അബൂ ഹനീഫ ഇമാമ എന്താണെന്ന് ചോദിച്ചപ്പോ കിട്ടിയാൽ തെരഞ്ഞെടുക്കും. അങ്ങനെ തെരഞ്ഞെടുത്തവരാണ് സ്വാലിഹീങ്ങൾ. മഹാനരായ ഹാരിസുൽ മുഹാസബി റളിയല്ലാഹു അൻഹു അവിടുന്ന് ഭക്ഷണം കിട്ടിയാൽ വിരലൊന്ന് താഴ്ത്തും, എന്നിട്ട് ഇങ്ങനെ പൊക്കും. വല്ലാത്തൊരു ലാബ. പൊക്കിയാൽ ഹറാമാണെങ്കിൽ രക്തം ഇങ്ങനെ ഒറ്റും, അല്ലെങ്കിൽ കുഴപ്പമില്ല. പഴയ കാലത്ത് മഖ്ദൂം തങ്ങളെ ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട്. ഒരിക്കൽ മഖ്ദൂം തങ്ങളെ ഒരാള് ഭക്ഷണത്തിന് വിളിച്ചു. മഖ്ദൂം തങ്ങൾക്ക് നല്ല ഇഷ്ടമാണ്, കൈപ്പക്ക നല്ല ഇഷ്ടമാണ്. അങ്ങനെ കൈപ്പക്ക നല്ല ഇഷ്ടമാണ്. ആ മഖ്ദൂം തങ്ങൾ ഇങ്ങനെ വരികയല്ലേ, കൈപ്പക്ക വെക്കണം എന്നുള്ള നിലക്ക് മേലെ കണ്ടത്തിലെ മേലെ തൊടുവിലെ കൈപ്പക്ക നിങ്ങൾ ഭാര്യനോട് പറഞ്ഞു എടുത്തിട്ട് കട്ട് ചെയ്ത് ഉപ്പേരി വെക്കാൻ. അപ്പൊ അങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്ത് ഉപ്പേരി വെക്കുന്ന സമയത്താണ് അയലോക്കത്ത് നല്ല തടിച്ച ഇത് വേറെന്താണ് സ്കെൽറ്റ് കൈപ്പക്ക, അപ്പുറത്തെ കൈപ്പക്കയാണെങ്കിലോ നല്ല ഇങ്ങളെന്ന് വിളിച്ച് ആദരിക്കേണ്ട ജാതി, നല്ല ബഹുമാനപ്പെട്ടു പോയ കൈപ്പക്ക. ഇതിനെ കണ്ടപ്പോ എന്തായി, ഏതായാലും ഈ ചെറിയ സംഗതി കൊണ്ട് കുറച്ച് പേര് വെച്ചിട്ട് എന്താ മൂപ്പരിക്ക് പതുക്കെ എന്തായി ഒന്ന് അവിടുന്ന് നടത്തും. ഇതിപ്പോ ആരാ അറിയണത് എന്നുള്ള നിലയ്ക്ക് ഒന്ന് അവിടുന്ന് നടത്തും. പിന്നെന്തായിക്കോളും അള്ളാഹു തആല വേറെ കൊടുത്തോളും എന്നുള്ള നിലയ്ക്ക് നല്ല ഉദ്ദേശത്തോടെ അങ്ങനെ എടുത്തു. അങ്ങനെ എടുത്തിട്ട് അല്ലെങ്കിൽ പിന്നെ പറയാന്നുള്ള നിലയ്ക്ക് എന്തായി എടുത്തിട്ട് ഉപ്പേരിയൊക്കെ വെച്ചു. ഇപ്പേരിയൊക്കെ ഉഷാറായിട്ട് വെച്ച് കൊണ്ടേ കൊടുത്തപ്പോ 2 പാത്രം കൊണ്ടാൻ പറഞ്ഞു. അങ്ങനെ 2 പാത്രം കൊണ്ടുവന്നു കൊടുത്തു. എന്നിട്ട് ഈ കൊടുന്ന ചപ്പേരിന്ന് ഹാദാ ഹലാൽ, ഹാദാ ഹറാം, ഹാദാ ഹറാം, ഹാദാ ഹറാം, ഹാദാ ഹലാൽ, ഹാദാ ഹലാൽ, ഹാദാ ഹലാൽ, ഹാദാ ഹറാം, ഹാദാ ഹലാൽ, ഇതൊന്നും തിരിയണില്ല. ഇങ്ങോട്ട് ഓരോരുത്തരെ കൊണ്ടേ കൊടുക്കാൻ പറഞ്ഞു. കാരണം 2 ഒപ്പല്ലേ കഴിച്ചിരിക്കണത്. അപ്പൊ അങ്ങനെ തന്നെ കൊണ്ടേ കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. ഇങ്ങനെയാണല്ലോ സംഭവം എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു ഞാൻ അയലോക്കത്തെ ആരാന്റെ കൈപ്പിന്ന് വീരെടുത്തു എന്ന് പറഞ്ഞ മാതിരിക്ക് ഒന്നെന്തായി, ഒന്ന് ഞാൻ അവിടുന്ന് പൊക്കിന്ന് പറഞ്ഞു. അത് തിരിച്ചറിയാൻ കഴിയുന്ന ആളുകളാണ് സ്വാലിഹീങ്ങൾ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കിട്ടിയാൽ ഞങ്ങൾ തെരഞ്ഞെടുക്കലാണ്. കിട്ടിയിട്ടില്ലെങ്കിൽ ക്ഷമിക്കുമെന്നല്ല പറഞ്ഞത്, ഞങ്ങൾ നന്ദി ചെയ്യും പടച്ചോനെ. അതിന് വചന പറയണ്ടല്ലോ ആഖിറത്തിൽ. കാരണം എല്ലാം റബ്ബിന്റെ മുമ്പിൽ പറയേണ്ടതാണ്. ഏത് നിഅമത്ത് അല്ലാഹ് നൽകിയാലും ആ നൽകിയ അനുഗ്രഹങ്ങൾ റബ്ബിന്റെ മുമ്പിൽ വെക്കേണ്ടതാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതാണ് മഹാനരായ ഗൗസുൽ ആലം ഈ ഭൗതിക ലോകത്ത് പാരത്രിക ലോകം ചിന്തിക്കുന്ന വ്യക്തിത്വത്തിന്റെ 2ാമത്തെ അടയാളം. 3ാമതായി പറഞ്ഞത് വൽ ജുഹദ്. അതേ ഖദ് ഖുംത ബിസ്സിദ്ഖി വൽ ഇഖ്ലാസ് വസ്സുഹദ്. ഇഖ്ലാസ് എന്നതാണ് എല്ലാ രംഗത്തും അല്ലാഹുവിന്റെ പൊരുത്തം കാംക്ഷിക്കലാണ്. ഇഖ്ലാസ് എങ്ങനെ, എന്ത്, എപ്പോ എന്നുള്ളത് മുമ്പ് വിശദീകരിച്ചതാണ്. അതുപോലെ വൽ ഇജ്തിഹാദ്, ഇബാദത്തിന്റെ വിഷയത്തിൽ അങ്ങേയറ്റം അധ്വാനിക്കുന്നവരാണ്. ഏത് സമയത്തും ഇബാദത്ത് എടുക്കുന്നവരാണ്. ആ നിലക്കായിരുന്നു ഗൗസുൽ ആലം. അവിടുന്ന് ഒരിക്കലും ഒരു ശക്തിക്കും ആരാധന രംഗത്ത് നിന്ന് തടസ്സപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. ആ നിലക്കുള്ള മഹാനാണ്. ഇബ്ലീസാവേരേച്ച ദിഫാനായി ചെന്നാര് ഇബ്ലീസ് ചാത്തിക്ക് ദത്തി ആയ ചോവറ്. ഇബ്നു തൈമിയ്യ എന്ന് പറയുന്ന വ്യക്തി പോലും പറഞ്ഞത് വമിൻഹും മൻ അസമഹുല്ലാഹു മിനശ് ശൈത്വാൻ.
അൽ ഖായിദത്തുൽ ജലീല എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയതായി കാണാം. അല്ലാഹു തആല പ്രത്യേകം ഇസ്മത്ത് കസ്ബിയ അഥവാ പിശാചിന്റെ ബാധയില്ലാതെ നന്മ മാത്രം ചിന്തിച്ച് ജീവിക്കാൻ വേണ്ടി അള്ളാഹു അനുഗ്രഹം ചെയ്ത അനുഗ്രഹീതരിൽ പ്രമുഖരാണ് മഹാനരായ ഗൗസുൽ ആസം അബ്ദുൽ ഖാദിർ ജീലാനി. إلى نصفي أنت المدار لكل محيي الدين يا محيي ഒരാൾക്കും മാനവറുകളുടെ ആദർശം തിരസ്കരിക്കാൻ കഴിഞ്ഞിട്ടില്ല, ഒരാൾക്കും തള്ളിക്കളയാൻ കഴിഞ്ഞിട്ടില്ല. ഇൽമുള്ള ആളുകൾ ആരും എതിർക്കുകയില്ല. മാത്രമല്ല ഇവരെ പോലെയുള്ള ഇബ്നു തൈമിയ്യ പോലെയുള്ള ആളുകൾ പോലും പറഞ്ഞത് വമാ നുഖിലത്ത് ഇലൈനാ കറാമാതു അഹദിൻ ബിത്തവാതുരി, ഒരാൾക്കും നിഷേധിക്കാൻ കഴിയാത്ത രൂപത്തിൽ കറാമത്ത് സ്ഥിരീകരിക്കപ്പെട്ട പിന്തുടരപ്പെടേണ്ട മാതൃകാ വ്യക്തിത്വങ്ങളിൽ പ്രമുഖരാണ് ആര്? മഹാനരായ ഗൗസുൽ ആസം അബ്ദുൽ ഖാദിർ ജീലാനി. മലഅത് മുദവ്വനത കുതുബൻ മുഅല്ലഫതൻ ഹവതിൽ അഅജീബ അഖ്ബറൻ മുഅല്ലഫതൻ. ഒരുപാട് കറാമത്തുകൾ കമ്മിൻ കറാമാത്തി കമ്മിൻ ഖദ് ലഹറത്ത് മുനീറതൻ ഫീ ഖുലൂബിൽ ഖൽഖി ഖദ് സഹറത്ത്. ഒരുപാട് കറാമത്തുകൾ ഈ ലോക പ്രകടമായ മഹാനരായ ഗൗസുൽ ആസം അബ്ദുൽ ഖാദിർ ജീലാനി. വൽ ഇനാബത്തു ഇലാ ദാരിൽ ഖുലൂദ്, ശാശ്വത വീട്ടിലേക്ക് വേണ്ടി തയ്യാറാവാൻ അവിടുന്ന് ധ്വാനിച്ച ഇഖ്ലാസ്, സുഹദ്, അതുപോലെ തന്നെ വൽ ഇജ്തിഹാദ്, അതുപോലെ സൃഷ്ടികളോടുള്ള കരാറും സൃഷ്ടാവിനോടുള്ള കടപ്പാടും രണ്ടും എല്ലാ നിലക്കും പൂർത്തീകരിച്ച ആ മഹാനവറുകൾ. വൽഇനാബത്തു ഇലാ ദാരിൽ ഖുലൂദ്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞതാണ് ശാശ്വത വീട്ടിലേക്ക് വേണ്ടി തയ്യാറാവുക എന്നതാണ്. അവരാണ് യഥാർത്ഥ ബുദ്ധിമാൻ എന്ന് അവിടുന്ന് ഉണർത്തിയിട്ടുണ്ട്. മൂന്നാമത്തത് വൽ ഇസ്തിഅദാദു ലിൽ മൗതി ഖബ്ല നുസൂലിഹി, മരിക്കും എന്ന തയ്യാറെടുപ്പ് എപ്പോഴുണ്ടാകുക. ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുയുടെ മുഖത്ത് തോളിൽ കൈവച്ചുകൊണ്ട് കുൻ ഫിദ് ദുനിയാ കഅന്നക ഗരീബ്, ഒരു വിദേശിയെ പോലെ പ്രവാസിയെ പോലെ ഇവിടെ ജീവിക്കണം എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ 1000 ഉംറ ചെയ്ത മഹാൻ, ആഖിറത്തിന് വേണ്ടി തയ്യാറായ മഹാൻ. അവസാനം അവിടുന്ന് കഅബാലയത്തിന്റെ അടുത്ത് നിന്ന്, മുമ്പ് സൂചിപ്പിച്ചല്ലോ, അസ്സലാമു അലൈക്കും എന്ന് സലാം പറയുന്ന സമയത്ത് നിസ്കരിക്കുമ്പോൾ സലാം വീട്ടുമ്പോ കഅബ സലാം അടക്കിയ ആളാണ് ആര്? അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു. ആ ചരിത്രമൊക്കെ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോ അവിടുന്ന് അങ്ങനെ കഅബയിലേക്ക് തിരിഞ്ഞിങ്ങനെ നിസ്കരിക്കുന്ന സമയത്താണ് ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ ആളുകൾ ഇഷ്ടിക കൊണ്ടുവന്ന് തലക്ക് എറിഞ്ഞ് കൊലപ്പെടുത്തിയത്. ആ ഇബ്നു ഉമർ തങ്ങളോട് പറഞ്ഞു, കുൻ ഫിദ് ദുനിയാ കഅന്നക ഗരീബ്, നീ ഒരു പ്രവാസിയാണ്, നിന്റെ വിദേശം സ്വർഗമാണ്. അതുകൊണ്ട് എപ്പോഴും സ്വർഗത്തിനെ കുറിച്ച് ചിന്തിക്കുക, പരലോകത്തേക്ക്. വർഗബു ഫീമാ അൻതും ഇലൈഹി തസീറൂൻ, ഏതൊരു മേഖലയിലേക്കാണോ ആ മേഖലയിലേക്ക് എപ്പോഴും തയ്യാറാവണം. എന്നിട്ട് പറഞ്ഞു, ഇന്നം സൈത വലാ തന്തദിരിസ് സബാഹ് വഇൻ അസ്ബഹത വലാ തന്തദിരിൽ മസാഹ്, നേരം പുലർന്നാൽ വൈകുന്നേരം വരെ ജീവിക്കും എന്നുറപ്പിക്കണ്ട, വൈകുന്നേരമായാൽ നേരം വരെ ജീവിക്കുമെന്ന് ഉറപ്പിക്കണ്ട, ഏത് സമയത്തും എപ്പോഴും വരാം. ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻ ഫഇന്നഹു മുലാഖീകും സുമ്മ തുറദ്ദൂന ഇലാ ഇൽമിൽ ഗൈബി വശ്ശഹാദ ഫയുനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ.
തലവേദന വന്നാൽ ഓടാറുള്ള, നെഞ്ചുവേദന വന്നാൽ ലേറ്റിട്ട് പായാറുള്ള, പേടിയാരെയാണ്? മരണത്തെയാണെങ്കിൽ ആ മരണം നിന്റെ പിന്നിലുണ്ട് എന്ന് വിശുദ്ധ ഖുർആനിലൂടെയാ. അതുകൊണ്ട് എപ്പോഴും അതിന് തയ്യാറാവണം. നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട ഇമാം മഖ്ദസി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഗ്രന്ഥത്തിൽ കിതാബു തവാബീനിൽ രേഖപ്പെടുത്തിയതായി കാണാം. ഒരാൾ കപ്പൽ യാത്ര ചെയ്യാൻ വേണ്ടി പോയി. കപ്പൽ യാത്ര ചെയ്യാൻ വേണ്ടി പോയപ്പോ കപ്പലിൽ കുറെ ആളുകൾ കുടിച്ചു മതിക്കുന്നുണ്ട്. ഇപ്പൊ ഈ ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്യുമ്പോണ്ടല്ലോ ഐസും കട്ടിട്ടിട്ട് നിറള്ള വെള്ളം പാർന്നു തരുന്നു, അത് കുടിക്കണ കുറെ ആൾക്കാരുണ്ട്. റമ്മായിട്ടും വിസ്കായിട്ടും ആകാശത്തുനിന്നും കള്ളുടിക്കാനുള്ള ആ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നബിത്തങ്ങൾ കരഞ്ഞു പറഞ്ഞ ഹദീസുകൾ എന്ന് പറഞ്ഞൊരു കിതാബുണ്ട്. ആ ഗ്രന്ഥത്തിൽ കരഞ്ഞു പറഞ്ഞ രണ്ടാമത്തെ ഹദീസ് എന്താണ്? ഇത്തഖൂ തീനത്തുൽ ഖബാൽ യാ റസൂലല്ലാഹ്. തീനത്തുൽ ഖബാലിനെ ഭയപ്പെടണേ, തീനത്തുൽ ഖബാലിനെ ഭയപ്പെടണേ എന്നാണ്. അപ്പോ സഹാബത്ത് ചോദിച്ചു, അമാ തീനത്തുൽ ഖബാൽ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറുപടി, അത് ഉസാറത്തു അഹ്ലിന്നാർ, നരകത്തിൽ അബൂജഹൽ, ഉത്ബത്ത്, ശൈബത്ത് പോലെയുള്ള ആളുകളുടെ പൊക്കിളിലൂടെ വരുന്ന നീരാണ്. പൊക്കിള് എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാകും? പല്ലെന്നെ ഉഹദ് മലന്റെ അത്ര ഉണ്ട് എന്ന് മിഞ്ഞാന്നത്തെ വയലിൽ നമ്മൾ പറഞ്ഞിരുന്നു, നരകം പറഞ്ഞപ്പോ. അപ്പൊ പൊക്കിളും ഏകദേശം അത്ര ഉണ്ടാകുമല്ലോ, പല്ലിന്റെ വലിപ്പം ഉണ്ടാകുമല്ലോ. അപ്പൊ അതിന്ന് വരുന്ന നീരെങ്ങനെ ഉണ്ടാകും? അത് വർഷക്കാലത്ത് ഭാരതപ്പഴ ഒലിച്ചണ പോലെ ആയിരിക്കും, പെരിഞ്ചാതി അല്ലെങ്കിൽ ഫറൂഖ് പഴം ഒലിക്കണ പോലെ ആയിരിക്കും. അതിങ്ങനെ കുടിപ്പിക്കുമ്പോൾ മൂക്കിനോട് എത്തുമ്പോൾ തന്നെ തലച്ചോറ് ഇങ്ങനെ ഉരുകിയൊലിക്കും. അത് ആർക്കാണെന്ന് ചോദിച്ചപ്പോൾ ദുന്യാവിൽ കള്ളുടിച്ചോരിക്കാണെന്നാണ്. അള്ളാഹു തആല കാത്തു രക്ഷിക്കട്ടെ. പന്നിയായി കോലം മറിക്കുന്ന രംഗം അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ഇതാണ് അവസ്ഥകൾ പ്രിയപ്പെട്ടവർ. അപ്പോ ഇങ്ങനെ കപ്പലിൽ ഇങ്ങനെ പാട്ട് പാടുകയാണ്. പുല്ലാങ്കുഴയിലൊക്കെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ പാടുന്നുണ്ട്, ആടുന്നുണ്ട്. അപ്പൊ ഈ സാധു ഇങ്ങനെ അവിടെ ഇരിക്കുകയാണ്, ദിക്റും ചൊല്ലി ഇങ്ങനെ ഇരിക്കുകയാണ്. ഭക്ഷണത്തിന് ടൈമായി, ഭക്ഷണ ടൈമായിട്ട് വിളിച്ചു, ഇവിടെ വരിയെന്ന് പറഞ്ഞു. വേണ്ടാന്ന്, ഇവിടെ വരിയെന്ന് പറഞ്ഞു. അവസാനം നിർബന്ധിച്ചു, ഇനി പോയിട്ടില്ലെങ്കിൽ പ്രശ്നമാകും. അങ്ങനെ കല്യാണത്തിന് ക്ഷണിച്ചാൽ പോയാൽ ചിലയിടത്ത് പ്രശ്നം, പോയിട്ടില്ലെങ്കിൽ ചിലപ്പോഴുള്ള പ്രശ്നം. അങ്ങനെ പല ആളുകൾക്കും പല പ്രശ്നങ്ങളുണ്ടാകും. അപ്പൊ ഇങ്ങനെ പോയിട്ടില്ല ഈ പ്രശ്നം നിലക്ക് പതുക്കെ അങ്ങനെ പോയിട്ട് വെറുതെ തിന്നൂന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വരുത്തിയിട്ട് ഇങ്ങനെ ഇരിക്കാം. എന്നിട്ട് പാട്ട് പാടാൻ വേണ്ടി പുറപ്പെട്ടപ്പോ ഈ വ്യക്തി പറഞ്ഞു, ഇതിലും ഭംഗിയായി എനിക്ക് പാടാൻ കഴിയും എന്ന് പൊന്ന് പാടിയാട്ടെ. ഉടനെ തന്നെ അവിടുന്ന് പറഞ്ഞു, വിശുദ്ധ ഖുർആനിലെ ആയത്തെ അഊദും ബിസ്മിയും ചൊല്ലി, നിങ്ങൾ എവിടെയാണെങ്കിലും വലൗ കുന്തും ഫീ ബുറൂജിൻ മുശയ്യദ, എവിടെയാണെങ്കിലും കെട്ടിയുണ്ടാക്കപ്പെട്ട കോട്ടകത്തളങ്ങളിലാണെങ്കിലും മരണം നിങ്ങളെ പിടികൂടും എന്ന് പറയുന്ന ആയത്തങ്ങ് ഓതി. അങ്ങനെ ആയത്തങ്ങ് ഓതിയപ്പോ ഈ പുല്ലാങ്കുഴിയിലൊക്കെ പൊട്ടിച്ചു വലിച്ചെറിഞ്ഞ് തലയിൽ കൈവച്ചുകൊണ്ട് പൊട്ടിക്കരയുകയാണ്. അങ്ങനെ പൊട്ടിക്കരഞ്ഞപ്പോ പേടിക്കണ്ട, ഫമൻ ശാഅ വൽയുമിൻ വമൻ ശാഅ വൽയക്ഫുർ ഇന്നാ അഅ്തദിനാ ലിൽ കാഫിരീന എന്ന് തുടങ്ങുന്ന സൂറത്തുൽ കഹ്ഫിൽ ആയത്ത് ഓതിക്കൊടുത്തു. ഈ ആയത്തങ്ങ് ഓതിക്കൊടുത്തപ്പോ അവരിങ്ങനെ എന്ത് ചെയ്യും? പോയ കാലങ്ങളെ കുറിച്ച് ഞാൻ അംഗീകരിക്കാൻ തയ്യാറാണ്, വരാൻ തയ്യാറാണ്. പക്ഷേ എന്റെ 60-70 കൊല്ലം നഷ്ടപ്പെട്ടല്ലോ. ഉടനെ തന്നെ അവിടുന്ന് ഓതിക്കൊടുത്തു, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. ആ ആയത്തും ഓതിക്കൊണ്ട് ഈ വ്യക്തി, പ്രിയപ്പെട്ട സഹോദരന്മാരെ, അങ്ങനെ അത് കേട്ടപ്പോൾ നല്ല മേഖലയിലേക്ക് വരികയും അങ്ങനെ ഒരാഴ്ച കൊണ്ട് ചിന്തിച്ചുകൊണ്ട് മരണപ്പെടുകയും ചെയ്ത ചരിത്രം കാണാം. അങ്ങനെയാണ് ചില ആളുകളുടെ പ്രയോഗങ്ങൾ. വജില്ലത്ത് ഖുലൂബുഹും. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു 2 ആളെ ഓതാൻ പറഞ്ഞയച്ചു. അങ്ങനെ ഓതാൻ പറഞ്ഞയച്ചപ്പോ ഒരാൾ തഹസീലായി വന്നു. അയാളോട് പറഞ്ഞതാണ് അയ്യുഹൽ വലദു എന്ന കിതാബ്, അന്നസീഹത്തു സഹിലത്തുൻ വൽ മുസ്കിലു ഖബൂലുഹ. വളരെ എളുപ്പമാണ്, സ്വീകരിക്കാനാ കുറച്ച് പണി അല്ലേ? പരീക്ഷയ്ക്ക് പറഞ്ഞില്ലേ, ചോദ്യം വളരെ സിമ്പിളാണ്, പക്ഷേ ആൻസർ കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നു എന്ന് പറയും പോലെ എന്താണ്. അങ്ങനെ അയാളോട്, ഈ വന്ന ആളോട് പറഞ്ഞു, ഇങ്ങനെ
ഉപദേശിക്കാൻ വളരെ എളുപ്പമാണ്, സ്വീകരിക്കാനാണ് പണി എന്ന് പറഞ്ഞിട്ട് കുറെ ഉപദേശിച്ചു. ഹാത്തമുൽ അസ്വമുള്ള ചരിത്രം, അങ്ങനെ കുറെ ചരിത്രങ്ങളൊക്കെ പറഞ്ഞ കിതാബാണ് അയ്യുഹൽ വലദ്. രണ്ടാമത് ഓതാൻ പറഞ്ഞാൽ തഹസീലാകാൻ നിന്നില്ല, ഇടക്കാലത്ത് ഓത്ത് നിർത്തി. ചിലപ്പോൾ അങ്ങനെ ഉണ്ടല്ലോ, ജി ഓതാൻ പോയിട്ട് എന്താ കാര്യം, ഏറിയെന്ന് 6000 റുപ്യ ശമ്പളം കിട്ടും, അതുകൊണ്ടൊക്കെ മൂക്കിൽ വലിച്ചാൽ തേകടാ നമുക്ക്, ഇതൊന്നും നേരത്തിൽ നിന്ന് വല്ല വിസയും കിട്ടിയിട്ട് ഗൾഫ് പോകാൻ നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് കുറെ ആൾക്കാർ തിരിപ്പം പണി എടുക്കാറുണ്ട് അല്ലെ? പല ആളുകളും ഇൽമിന്റെ മേഖലയിൽ ഒരാൾ പ്രവേശിക്കാന്ന് പറഞ്ഞാൽ സ്വർഗത്തിന്റെ വഴിയിൽ ഇറങ്ങാന്നാണ്. മംഫി തരീഖിൻ ലിതഅല്ലുമി യസ്ലുകു വഇലൽ ജിനാനി ലഹു തരീഖുൻ സഹീല. ഒരാള് മനിൽ തമസ തരീഖൻ യൽതമിസു, ആരെങ്കിലും മൻ തലബ മൻ സലക തരീഖൻ യൽതമിസു ബിഹിൽ ഇൽം, ഇൽമു പഠിക്കാൻ വേണ്ടി ഒരു വഴിയിൽ ഒരാൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ സഹലല്ലാഹു ലഹു തരീഖൻ ഇലൽ ജന്ന ഖാല റസൂലുള്ളാഹി, അത് സ്വർഗ്ഗത്തിലുള്ള വഴിയാണ്. അപ്പൊ 1ാം ക്ലാസ്സിലെ മദ്രസയിലേക്ക് നമ്മൾ കുട്ടികളെ പറഞ്ഞയക്കാന്ന് പറഞ്ഞാൽ സ്വർഗ്ഗത്തിലുള്ള വഴിയാണ്. 10 വരെ മദ്രസക്ക് പോയ കുട്ടിനെ ജിജി പോണ്ട, ഓതാനൊന്നും പോണ്ട, ദർശക്കൊന്നും പോണ്ട എന്ന് പറഞ്ഞാൽ സ്വർഗത്തിന്റെ വജ്ജെന്നവനെ വലിച്ചും കിട്ടി കയറ്റല. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ ദീനി മേഖലയിൽ നമ്മളെ മക്കളെ വളർത്തിയെടുക്കൽ അനിവാര്യമാണ് എന്നുള്ളത് സാന്ദർഭികമായി ഉണർത്തുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കൊക്കെ നാഫിയായ ഇൽമ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഗസാലി ഇമാം പറഞ്ഞയച്ച ഈ കുട്ടി കൂത്തു നിർത്തി, കച്ചവടം തുടങ്ങി, നല്ല കച്ചവടം. അങ്ങനെ ചില ആൾക്കാർ കച്ചവടം തുടങ്ങി, കച്ചവടം ചെയ്ത ആൾക്കാർ ഇൽമിന്റെ മേഖലയിൽ പോയവരുണ്ട്. ഇപ്പൊ ബഹുമാനപ്പെട്ട സക്കരിയ അൻസാരി റളിയല്ലാഹു അൻഹു വീട്ടിൽ ഭയങ്കര പട്ടിണിയാണ്. ഈ പട്ടിണിയിലായിരുന്ന ബഹുമാനപ്പെട്ട സക്കരിയ അൻസാരി റളിയല്ലാഹു അൻഹു അവിടുന്ന് ഒരു നിസ്കരിക്കാൻ വേണ്ടി പോയപ്പോ നല്ല ക്ലാസ് കിടക്കുന്നുണ്ട്. അങ്ങനെ ക്ലാസ്സിൽ കുറച്ചു നേരം കൂടിയപ്പോ നഞ്ഞ് കച്ചവടം വേണ്ടാവുന്നു. പക്ഷെ തിന്നാനും കുടിക്കാനും എന്താ ചെയ്യുക? അവസാനം വിശസ്കരിച്ച് കഴിഞ്ഞാൽ അങ്ങാടിക്ക് ഇറങ്ങും. എന്നിട്ട് ആളുകൾ ഭക്ഷിച്ച് ഒഴിവാക്കിയ വത്തക്കയുടെ തൊലി അത് നേരെ വൃത്തിയാക്കിയിട്ട് ആ വത്തക്കയുടെ തൊലി എന്ത് ചെയ്യും? വത്തക്കയുടെ തൊലി ഉപ്പേരി വെക്കാൻ പറ്റിയ നല്ലൊരു സാധനമാണ്. നേരെ ആ പച്ചപ്പ് കളയണമെന്ന് മാത്രം. പച്ചപ്പ് കളഞ്ഞിട്ട് ചോപ്പ് നമ്മളെന്താണ് പഴമായിട്ടും കഴിക്കുക, മറ്റേത് പച്ചക്കറി ആയിട്ടും കഴിക്കുക. അതിന് പറ്റിയ നല്ലൊരു സാധനമാണ്, നല്ല ഉഷാറായിട്ട് ഉപ്പേരി വെക്കാൻ പറ്റിയ സാധനമാണ്, കറിയിൽ ഇടാൻ പറ്റിയ സാധനമാണ്. ഒരുപാട് നാരിന്റെ അംശവും അതുപോലെ പ്രോട്ടീനും വൈറ്റമിനും ഒക്കെ ഉള്ള സാധനമാണ് ഇത്. ഉള്ളിലുള്ള കാമ്പിനേക്കാൾ 7 ഇരട്ടി ഫലം ചെയ്യുന്ന സാധനമാണ് ഇത്. ഈ സംഗതി ആരും ശ്രദ്ധിക്കലില്ലല്ലോ. ഇങ്ങനെ എന്താണ് എലി തിന്നണമായിരിക്കും ഫലമാണ് ഇത് അല്ലെ? ഇങ്ങനെ തിന്നിട്ട് മൂക്കിന്റെ ഒട്ടൊക്കെ കാണാം, ഇത് കൂടെ എങ്ങനെ മീസമ്മൊക്കെ കാണാം, കുരുവൊക്കെ പാടെ കൂടുന്ന സാധനമാണ് ഇത്. ബത്തക്ക എന്ന് പറയുന്ന സാധനം. ഇങ്ങോട്ട് ഒറ്റ ഒഴിവാക്കലാണ്. ഇങ്ങോട്ട് അടുത്ത പീസുമൊക്കെ എടുക്കും. കാരണം ദാഹം വിശപ്പ് രണ്ടും കൂടി മാറ്റാൻ പറ്റിയ വത്തക്കന്റെ ഫലായിൽ വിശദീകരിക്കണ ഒരുപാട് സംഗതികളുണ്ട്. കുറെ ആൾക്കാർ കെട്ടിണ്ടാക്കിയതുകൊണ്ട് വത്തക്കുന്നവൻ സ്വർഗത്തിലാണെന്ന് പറഞ്ഞിട്ട് വത്തക്ക കച്ചവടക്കാരെ ഹദീസ് ഇറക്കുമതി ചെയ്തിട്ടുണ്ട് പഴയ കാലത്ത്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ ഓരോ ഫലത്തിന് അല്ലേ? ഇപ്പൊ കശുവണ്ടി ഇല്ലേ, നമ്മളെ നെറ്റ്സിൽ ഏറ്റവും നല്ല സാധനമാണ് ഇത് അണ്ടിപ്പരിപ്പ്. ഈ അണ്ടിപ്പരിപ്പിനേക്കാൾ 20 ഇരട്ടിയിലധികം ഫലം ചെയ്യും പറങ്കി മാങ്ങ, കശുമാങ്ങ. അണ്ടിപ്പരിപ്പിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ 20 ഇരട്ടി പോഷക മൂല്യങ്ങളുള്ള സാധനമാണ് ഇത്. ആർക്കും വേണ്ടാത്ത പഴയ കാലത്തൊക്കെ ഇങ്ങനത്തെ മാസമൊക്കെ ഇങ്ങനെ കഴിച്ചിരുന്നു. ഇങ്ങനെ കഷ്ണം വെട്ടിയിട്ട് ഉപ്പും കുരുളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കഴിച്ചിരുന്നു എന്ന് പറഞ്ഞല്ലാതെ. അപ്പൊ അങ്ങനെയാണ്. അങ്ങനെ സക്കരിയ അൻസാരി റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഇതൊക്കെ വെട്ടിയതൊക്കെ എടുത്ത് അങ്ങനെ കഴിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കി. ആ സക്കരിയ അൻസാരി തങ്ങളുടെ മുമ്പിലേക്ക് 2 കണ്ണുമില്ല, അത് ജനിച്ച ഉടനെ തന്നെ കണ്ണിന്റെ ഭാഗത്ത് കുയ്യും കൂടി ഇല്ല. അങ്ങനത്തെ ഒരു കുട്ടിനെ കൊണ്ടുവന്നപ്പോ സക്കരിയ അൻസാരി തങ്ങൾ തടവിന് കൊടുത്തു, കണ്ണിനെ കാഴ്ച കിട്ടി. ഇൽമിന്റെ മേഖലയിലേക്ക് വന്നപ്പോഴേക്ക് അപ്പോ അങ്ങനെ പ്രയാസം സഹിച്ച് ജീവിച്ചവരാണ് പഴയ കാലത്തെ ആളുകൾ. ഇമാം ഗസാലി തങ്ങൾ ഇങ്ങനെ പറഞ്ഞയച്ചു, ഇയാൾ കച്ചവടം തുടങ്ങി. കച്ചവടം തുടങ്ങിയപ്പോ അയാൾക്കും ഇതേപോലെ ഒരു എഴുത്തു കൊടുത്തു. എഴുത്തു കൊടുത്തപ്പോ പൊട്ടിച്ചാൻ പുറപ്പെട്ടപ്പോ പൊട്ടിക്കണ്ടായിരുന്നു. കാരണം ഈ കച്ചവടം ചെയ്യണ ആ തിരക്കിന്റെ ഇടയിൽ ഇവിടെ പച്ചക്കറി, ഇവിടെ ആപ്പിള്, അവിടെ മുന്തിരി, അവിടെ കൊത്തമ്പാലി, ഇവിടെ പഞ്ചാര, ഇവിടെ വയല്, അവിടെ കോൾഗേറ്റ്, ഇവിടെ പ്രസ് എന്നിങ്ങനെ പറയണതിന്റെ ഇടയിൽ കത്ത് ഇങ്ങനെ വായിച്ചിട്ട് പിന്നെ വായിച്ചോ, ഒരു മിനിറ്റ് ചെയ്യൂല. രാത്രി കടക്കണിന് മുമ്പ് വായിക്കൊണ്ടു പറഞ്ഞു. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു കൊടുത്ത ഈ കത്ത് എന്ന് തുടങ്ങുന്ന കത്ത്, ആ കത്ത് ഗസാലി ഇമാം അങ്ങ് കൊടുത്തപ്പോ അതിൽ കുറച്ച് ബൈത്തുകളായിരുന്നു. ആ ബൈത്തുകളുള്ള എഴുത്തങ്ങ് കൊടുത്തപ്പോ ആ എഴുത്തങ്ങ് നോക്കിയിട്ട് അവിടുന്ന് ഒരൊറ്റ ഇരുത്തമാണ്. ഇയാൾ രാത്രി ഇങ്ങനെ ഇരുന്നു, അന്തണ് പോയി. 3 ദിവസം ഇരുത്തം.
മൂന്നാമത്തെ ദിവസം മരിച്ചാണ് മൂന്ന്. അത്ര ഗൗരവമുള്ള മാറ്റർ. അങ്ങനെയാണ് മുൻഗാമികളായ ആളുകളൊക്കെ. വൽ ഇസ്തിഅദാദിൽ ആഖിറൻ ചിന്തിച്ചവരാണ്, പരലോകം ആലോചിച്ചവരാണ്. അതാണ് സലീമായ ഖൽബിന്റെ, രക്ഷപ്പെട്ട ഖൽബിന്റെ അടയാളം. രണ്ടാമത്തത് അൽ ഖൽബുസ് സഖീം, രോഗം പിടിച്ച ഹൃദയമാണ്. ഇന്ന ഹാദിഹിൽ ഖുലൂബ തസ്ദഉ കമാ യസ്ദഉൽ ഹദീദ് ഫഖാലൂ വമാ ജിലാഉഹാ യാ റസൂലല്ലാഹ് തിലാവത്തുൽ ഖുർആനി ദിക്റുൽ മൗത്ത് ഖാല റസൂലുള്ളാഹി. ഇരുമ്പ് തുരുമ്പ് പിടിക്കും പ്രകാരം മനുഷ്യഹൃദയം തുരുമ്പ് പിടിക്കും എന്ന ഹദീസ് മുമ്പ് വിശദീകരിച്ചല്ലോ. അതേ, ഒരുപാട് അസുഖമുണ്ടാവാം. അതേ, ഹൃദയത്തിന് രണ്ടസുഖമാണ് ഹൃദയത്തിനുള്ളത്. ഒന്ന്, ഹൃദയത്തിന് അൽ അംറാദുൽ റൂഹാനിയ വൽ അംറാദുൽ ജിസ്മാനിയ, ശാരീരികമായ ഭൗതികമായ കുറെ അസുഖങ്ങൾ. ഭൗതികമായ അസുഖമാണ് ഈ ഹാർട്ട് അറ്റാക്ക്, ബ്ലോക്ക്, ഗ്ലീക്ക് എന്നൊക്കെ പറഞ്ഞ കുറെ സംഗതികൾ. കുറെ ആളുകൾക്ക് അങ്ങനെ ഉണ്ടാവും. അല്ലാഹു തആല അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ശിഫ നൽകട്ടെ. ബ്ലോക്ക് ഇല്ലാതിരിക്കാനുള്ള, ബ്ലോക്ക് പോകാനുള്ള ഒരു ദിക്ർ പറഞ്ഞിരുന്നു മുമ്പ്, ഓർമ്മ ഉണ്ടോ അറിയില്ല. ഏതെന്നത്? യാ ഖവിയ്യു യാ അല്ലാഹ്. എത്ര വട്ടം? 116 പ്രാവശ്യം ചെല്ലാൻ വേണ്ടി പറഞ്ഞിരുന്നു അല്ലേ? സുബഹിന്റെ സുന്നത്തിന്റെ ശേഷം ഖിബിലക്ക് മുന്നിട്ടിട്ട് വലത്തെ കൈ വെച്ചിട്ട് സൂബിന്റെ ഫർള് നിസ്കരിക്കുന്നതിന്റെ മുമ്പ് സുബഹിന്റെ സുന്നത്തിന്റെ ശേഷം യാ ഖവിയ്യു യാ അല്ലാഹ്, യാ ഖവിയ്യു യാ അല്ലാഹ്, യാ ഖവിയ്യു യാ അല്ലാഹ്. അത് ഭൗതികമായ അസുഖം മാറാനുള്ള മരുന്നാണ്. അതുപോലെ തന്നെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അല്ലാഹുമ്മ ലക്കൽ ഹംദു വമിൻകൽ ഫർജ് വഇലൈക്കൽ മുസ്തഖാബ് വബികൽ മുസ്തആൻ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. പെട്ടെന്ന് പോവാനുള്ള ഒരു ദിക്റാണത്. അപ്പൊ നീ CD വാങ്ങി കേട്ടാൽ അതിൽ ആ ദിക്ർ ഉണ്ടാവും. അപ്പൊ പ്രിയപ്പെട്ട സഹോദരന്മാരെ, പറഞ്ഞു വന്നത് ഇങ്ങനെ കുറെ സംഭവങ്ങൾ ഭൗതികമായിട്ട് ഉണ്ട്. രണ്ടാമത് ആത്മീയമായ ഒരുപാട് രോഗങ്ങൾ, ആത്മീയ രോഗങ്ങൾ. കിബർ, ഉജുബ്, അഹങ്കാരം, ഞാൻ വലിയ കുഴപ്പമില്ല എന്നുള്ള ഉള്ളിലൊരു വെപ്പ്. അതുപോലെ തന്നെ റിയാ, മറ്റുള്ള ആൾക്കാർ കാണട്ടെ എന്നുള്ളൊരു ചിന്ത. അതുപോലെ പോര്, കെടുമ്പ്, ഹസദ്, ജഗ, പൊക, അങ്ങനെ കുറെ കുത്തിത്തിരിപ്പ്, കുന്തിരായ്മ എന്നൊക്കെ പറഞ്ഞ പോലെ കുറെ സംഗതികള്. ഈ സംഗതികളൊക്കെ ഹൃദയത്തിന്റെ രോഗാണ്. ആ രോഗം ചികിത്സിക്കണം. ആ രോഗത്തിന്റെ ചികിത്സയാണ് സൈനുദ്ദീൻ മഅബരി തങ്ങൾ മുമ്പ് പറഞ്ഞത്. ദവാഉ ഖൽബിൻ ഖംസത്തും വതിലാവത്തും ബിതദബ്ബുരിൽ മഅനാ വൽ ബത്നിൽ ഖലാ വഖിയാമു ലൈലിൻ വതളറു ബിസ്സഹർ വമുജാലസാത്തു സ്വാലിഹീനൽ ഫുളലാ എന്ന് പറഞ്ഞത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, പറഞ്ഞു വന്നത് രണ്ടാമതൽ ഖൽബുസ് സഖീം. മൂന്നാമത്തതൽ ഖൽബുൽ ഖാസി. അതാണ് ഖുർആൻ പറഞ്ഞ രണ്ടാമത്തെ ആയത്തിലുള്ള വിഷയം. ഫവൈലുൽ ലിൽ ഖാസിയത്തി ഖുലൂബുഹും മിൻ ദിക്രില്ലാഹ്. അല്ലാഹുവിനെ ദിക്ർ ചെയ്യുന്നതിനെ തൊട്ട്, ദിക്ർ ചൊല്ലുന്നതിനെ തൊട്ട് തടസ്സമുള്ളത് ദിക്റുല്ലാഹ്. 4 അർത്ഥാണ് ദിക്റുല്ലാഹ് എന്നുള്ളത്. എത്ര അർത്ഥം? ദിക്ർ എന്ന് പറഞ്ഞാൽ ഒന്ന്, ദിക്ർ എന്നുള്ളത് കൊണ്ടുള്ള ഉദ്ദേശം വിശുദ്ധ ഖുർആൻ. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ദിക്ർ എന്നുള്ളതിന് ഇൽമ് എന്നർത്ഥമുണ്ട്. ദിക്റുല്ലാഹ് മജാലിസുൽ ഹലാലി വൽ ഹറാം. 200 സ്വഹാബികളിൽ നിന്ന് ഹദീസ് സ്വീകരിച്ച മഹാനരായ പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട അത്താ ഇബ്നു അബി റബാഹ് റളിയല്ലാഹു അൻഹു. പൗതിയാൾ ചൊല്ലി, പൗതിയാൾ ചൊല്ലിയില്ല. മഹാനരായ അത്താ റളിയല്ലാഹു. തറാവീഹിന്റെ വിഷയം ഒരു പഠനം നടത്താൻ വേണ്ടി ഒരുപാട് സഹാബികളെ നിരീക്ഷിച്ചപ്പോ ഭൂരിപക്ഷം ആളുകൾ നിസ്കരിച്ചത് 20 റക്അത്താ. ഒരു ന്യൂനപക്ഷം മാത്രമാണ് എത്ര നിസ്കരിച്ചത്? 8 അല്ല, 36. ശരി, എന്തൊരു കഷ്ടം. 8 ആരും നിസ്കരിച്ചില്ല. 8. പിന്നെ 36 റക്അത്താണ് ന്യൂനപക്ഷം നിസ്കരിച്ചതെങ്കിൽ ബാക്കിയുള്ള ആളുകൾ 20-ൽ കുറഞ്ഞ തറാവീഹ് നിസ്കരിച്ചിട്ടില്ല എന്ന് മഹാനരായ അത്താ ഇബ്നു അബി റബാഹ് മിൻ ഗൈരി ഖിലാഫ്. ഓൽക്കൊന്നൊരു പ്രശ്നമല്ല, ഒരു അഭിപ്രായ വ്യത്യാസമല്ല. അതുള്ളതായിരിക്കാ നിസ്കരിച്ചാൽ മടിയുള്ള ആൾക്കാർക്ക്.
അല്ലേ? അപ്പൊ അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. 20 റക്അത്ത് തറാവീഹിലെ 40 സുജൂദ മുഅ്മിനീങ്ങൾക്ക് അള്ളാഹ്നോട് അടുക്കാൻ, മുത്തുനബിയോട് അടുക്കാൻ വേണ്ടി അവസരം കിട്ടുന്നത്. അഖറബമായ യകൂനുൽ അബ്ദു മിൻ റബ്ബിഹി കൗനു സാജിദ ഖാല റസൂലുള്ളാഹി. സുജൂദ് ചെയ്യുമ്പോൾ അള്ളാഹ്നോട് അടുക്കുക. സുജൂദ് ചെയ്തിട്ട് എന്നോടൊന്ന് സഹകരിക്കുന്ന മുത്തുനബിയും. അപ്പൊ അള്ളാഹിനോട് അടുക്കുന്നതും മുത്തുനബിയോട് അടുക്കുന്നതും സുജൂദിലൂടെ. അപ്പൊ 20 റക്അത്തിലൂടെ ഒരാൾ 12 കട്ട് ചെയ്ത് 8 പരിമിതപ്പെടുത്തിയാൽ അള്ളാഹിനോട് അടുക്കാനുള്ള 24 അവസരങ്ങൾ, മുത്തുനബിയോട് അടുക്കാനുള്ള 24 അവസരങ്ങളാണ് ഇവിടെ നഷ്ടപ്പെടുന്നത്. 30 തറാവീഹിലൂടെ 720 അവസരങ്ങൾ. അപ്പൊ ഒരാള് സുന്നത്ത് ജമാഅത്തിൽ നിന്ന് മുജാഹിദിലേക്ക് പോയാൽ അയാൾക്ക് നഷ്ടപ്പെടുന്നത് എന്താണ്? അള്ളാഹിനോട് അടുക്കാനുള്ള 720 അവസരങ്ങൾ, മുത്തുനബിയോട് അടുക്കാനുള്ള 720 അവസരങ്ങൾ. ഓരോ റമദാനിലും 10 കൊല്ലാവുമ്പോ 7200 ആവും. അങ്ങനെ പോകുന്നർത്ഥം. കൊല്ലം കൂടുന്നതോളം, വയസ്സ് കൂടുന്നിടത്തോളം ഓൽക്ക് നഷ്ടമാണ്. കാരണം അള്ളാഹിനോട് ഇങ്ങനെ അകന്നങ്ങനെ പോവുകയാണ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹുവിന് പറഞ്ഞതാണ് മജാലിസുൽ ഹലാലി വൽ ഹറാമി. മജാലിസുൽ ഹലാലി വൽ ഹറാം, ഇൽമിന് ദിക്ർ എന്നുള്ള പ്രയോഗമുണ്ട്. അതുപോലെ ഇമാം ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ അവിടുത്തെ തുഹ്ഫ എന്ന ഗ്രന്ഥത്തിൽ ദിക്റിന് പറഞ്ഞത് വയുദ്കറു പറയപ്പെടലിമാ യുസാബു ഖായിലുഹു, പറഞ്ഞാൽ കൂലി കിട്ടുന്ന, ചൊല്ലിയാൽ കൂലി കിട്ടുന്ന എല്ലാ കാര്യവും ദിക്റാണ്. ദിക്റുല്ലാഹ് എന്നുള്ള പ്രയോഗം ഹബീബ് മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ പേരിൽ ഒന്നാണ്. അവിടുത്തെ പേരിൽ ഒന്നാണ് ദിക്റുല്ലാഹ് എന്ന പേര്. മദീന മുനവ്വറയിൽ മുത്തുനബിയുടെ പേരായി ചുമരിൽ എഴുതി വെച്ചതായി കാണാം. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹുവിന്റെ അദിയാദുൽ അനീഖ എന്ന ഗ്രന്ഥത്തിൽ, അൽ മുംബി പോലെയുള്ള കിതാബത്തിൽ, ഇത്ഹാഫുൻ നബല പോലെയുള്ള കിതാബുകളിൽ ഒക്കെ ഈ വിഷയം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അലാ ബിദിക്രില്ലാ ഐ ബിദിക്രി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തത്മഇന്നുൽ ഖുലൂബ്, മനസ്സിന് ശാന്തിയാണ്, സന്തോഷമാണ് എന്നതാണ്. അതും അതിന്റെ തഫ്സീറിൽ പെടും എന്നർത്ഥം. വ്യത്യസ്ത തഫ്സീറുകൾ, വൈവിധ്യ തഫ്സീറുകൾ വന്നാൽ വൈരുദ്ധ്യമായി തള്ളിക്കളയാതെ വൈവിധ്യമായി ഒരുമിപ്പിക്കാൻ ശ്രമിക്കണം എന്നാണ് ഇമാം റാസി തങ്ങൾ തഫ്സീറുൽ കബീറിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ അത്തരം വിഷയങ്ങളൊക്കെ ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഉണർത്തുന്നു, ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല. അപ്പൊ ദിക്ർ പ്രധാനപ്പെട്ട ഒന്നാണ്. ആ ദിക്റിനെ തൊട്ട് തടസ്സം ചെയ്യുന്ന മനസ്സാണോ ഉലൈക ഫീ ളലാലിൻ മുബീൻ, അവര് വ്യക്തമായ വഴികേടിലാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ ദിക്ർ ചൊല്ലണം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, അള്ളാഹുവെ അനുസ്മരിക്കണം, എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കണം. അള്ളാഹുവെ ഓർക്കുന്ന സ്വാലിഹീങ്ങളിൽ അള്ളാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇന്ന് അത്രമാത്രം പറഞ്ഞ് ഒരുപാട് ചോദ്യം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ചോദ്യങ്ങൾക്ക് മറുപടി പറയാണ്. അല്ലാഹു തആല കബൂലാക്കുമാറാവട്ടെ, സ്വീകരിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, കുറെ കിട്ടിയതുകൊണ്ട് ഒക്കെ നീട്ടിവെക്കുകയാണെങ്കിൽ അത് പ്രശ്നമാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞ് നമുക്ക് എന്നും 10 ദിക്റ ചൊല്ലല്, ഇന്നൊരു 33 ദിക്ർ ബഹുമാനപ്പെട്ട വൈലത്തൂർ ഉസ്താദിന്റെ പേരിലും, അതുപോലെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ കേന്ദ്ര മുസാവറംഗം കുമരമ്പത്തൂർ അലി മുസ്ലിയാരുടെ ഉസ്താദിൻ അവറുകളുടെ പെങ്ങൾ ഇന്നലെ മരണപ്പെട്ടു. നമ്മുടെ സാലിം മിസ്ബാഹ് ഉസ്താദിന്റെയൊക്കെ അമ്മായി എന്നല്ല അമ്മായി കുമരമ്പത്തൂർ അബ്ദുറഹ്മാൻ മുസ്ലിയാരുടെ മകനാണ്. സഅദിയിലും ഒരുപാട് സ്ഥലത്ത് ദർസ് നടത്തുന്ന വലിയ ഉസ്താദാണല്ലോ. അത് അലി ഉസ്താദിന്റെ ജ്യേഷ്ഠനുമാണ്. അല്ലാഹു തആല ഇൽമിന്റെ മേഖല ബറക്കത്ത് നൽകുമാറാവട്ടെ. അവിടുത്തെ പിതാവിന് അല്ലാഹു തആല ദറജ വർദ്ധിപ്പിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ദിക്ർ ചൊല്ലി നമുക്ക് ഒരു 33 ദിക്ർ ഇൻഷാ അല്ലാഹ് ഇന്ന് ചൊല്ലിയിട്ട് നമുക്ക് പിരിയാം. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ, കബൂലാക്കുമാറാവട്ടെ. അപ്പോൾ ചോദ്യങ്ങൾക്ക് മറുപടി പറയാണ്. അല്ലാഹു നമ്മുടെ മജ്ലിസ് കബൂലാക്കുമാറാവട്ടെ. ബിസ്മില്ലാഹ്. ഉസ്താദിന്റെ എല്ലാ സദസ്സുകളിലും നമ്മുടെ പ്രവാസികൾക്ക് വേണ്ടി ദുആ ചെയ്യണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല അവർക്കൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ. പ്രത്യേകം ദുആരക്കാം. തറാവീഹ് നിസ്കാരത്തിന്റെ പ്രത്യേകതകൾ എന്താണ് എന്ന് ചുരുക്കത്തിൽ വിവരിക്കാമോ? ചോദ്യം 1. ചോദ്യം 3, രണ്ടില്ല. വിദേശത്ത് ഒരു വണ്ടി ഓടുന്നുണ്ട്, അതിന്റെ സക്കാത്തിന്റെ കണക്ക് എങ്ങനെ? 2 ചോദ്യമാണ് ഉള്ളത്. 1,
തറാവീഹ് നിസ്കാരത്തിന്റെ പ്രത്യേകതകൾ എന്താണ് എന്ന് ചുരുക്കത്തിൽ വിവരിക്കാമോ എന്നതാണ്. തറാവീഹ് നിസ്കാരത്തിന്റെ ശ്രേഷ്ഠതകൾ: മൻ ഖാമ റമളാന ഈമാനം വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദം മിൻ ദംബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാപം പൊറുപ്പിക്കാൻ വേണ്ടി പ്രത്യേകം നിർവഹിക്കാൻ നിർദ്ദേശിച്ചിട്ടുള്ള നിസ്കാരമാണ് തറാവീഹ് എന്ന് പറയുന്നത്. ആ തറാവീഹ് നിസ്കരിക്കുന്ന ആളുകൾക്ക് 10 നേട്ടങ്ങൾ പ്രത്യേകമുണ്ടാകുമെന്നാണ്. ഒന്ന്, അവരുടെ വിശുദ്ധ റമളാനിലെ നോമ്പ് അല്ലാഹു കബൂലാക്കും എന്നതാണ്. നോമ്പിന്റെ ആഭരണമാണ് തറാവീഹ് എന്നാണ്. നോമ്പിന്റെ ആഭരണമാണ് തറാവീഹ്. അതുകൊണ്ട് തന്നെ മഹ്ശറിൽ വരുന്ന സമയത്ത് ഈ നോമ്പ് തറാവീഹ് ഇങ്ങനെ നല്ല ആഭരണം അണിഞ്ഞ രൂപത്തിലാണ് അവരുടെ അടുക്കിലേക്ക് വരിക എന്നുള്ളതാണ്. അങ്ങനെ പ്രത്യേകതയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകം നിസ്കരിക്കാൻ വേണ്ടി നിർദ്ദേശിച്ചതാണ്. വേറെയും ഒരുപാട് പ്രത്യേകതകളുണ്ട്. അത് നിർവഹിക്കുന്ന ആളുകളുടെ വീട്ടിൽ വലിയ ബറക്കത്തുണ്ടാകുമെന്ന് കാണാം. അതുപോലെ ഇത്തികാഫ് കൊണ്ട് വിജയിക്കാൻ ഏറ്റവും നല്ല കാര്യമായി പറഞ്ഞതായി കാണാം. അങ്ങനെ പല കാര്യങ്ങളും അതിലുണ്ട്. കുറെ വിശദീകരിക്കാൻ ടൈമില്ല. വിദേശത്ത് ഒരു വണ്ടി ഓടുന്നുണ്ട്. ഓടുന്ന വണ്ടി അതിന്റെ സക്കാത്തിന്റെ കണക്ക് എങ്ങനെ എന്നുള്ളതാണ്. ഇങ്ങനെ വണ്ടി ഊടിനീന്ന് സക്കാത്തില്ല. ഇനി കച്ചവടത്തിനൊക്കെ ചില ആൾക്കാർ വണ്ടി വാങ്ങിട്ട് കഴിഞ്ഞാൽ ഒരു കൊല്ലം അങ്ങനെ തന്നെ കിടക്കണമെങ്കിൽ അതനുസരിച്ചുള്ള കച്ചവടത്തിന്റെ സക്കാത്ത് ഉണ്ടാകുക എന്നുള്ളതല്ലാവേ. പന്നാൾ ഈ മൃഗങ്ങളെ സക്കാത്ത് വിശദീകരിച്ചപ്പോ 5 ഒട്ടകത്തിന് ഒരാട് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോ 5 ലോറിയുള്ള ആള് ഓട്ടോറിക്ഷ കൊടുക്കണോന്ന് വെച്ചു. ആൾക്കാർക്ക് ഈ ചോദിക്കണോടത്ത് കണക്കും സംഗതി ഒന്നുമില്ലല്ലോ. അപ്പൊ അങ്ങനെയാണ് വിഷയങ്ങൾ. അപ്പൊ ആ നിലക്ക് ഇല്ല. പിന്നെ ചില സ്ഥലങ്ങളിൽ കോഴി വാങ്ങാൻ ചെന്നാൽ കടക്കാരൻ സ്വന്തമായി അറുക്കുന്നു. ഇത് ശരിയാകുമോ എന്നതാണ്. എന്നുവെച്ചാൽ കോഴിന്റെ കൗത്ത് ഇങ്ങനെ പിടിച്ചാൽ എങ്ങനെ അറിയില്ല, ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ എന്താകാറുണ്ട്. അതിന് പിന്നെ അറക്കേണ്ട ആവശ്യമില്ല. കാരണം ആ പിടിച്ചണ വളക്കണോട് കൂടെ തന്നെ അത് അറ്റാക്കായി മരിച്ചിട്ടുണ്ടാകും. പിന്നെ വെറുതെ മാഞ്ഞാളത്തിന് വേണ്ടിയുള്ള ഒരു അറിവ് എന്നുള്ള സംഗതിയുള്ള എന്ത് അതിനുള്ളത്. അല്ലെങ്കിൽ തന്നെ ജനറേറ്റർ ചാട്ടാക്കിയ ചാകണ കോഴിയാണ്. ആ നിലക്കുള്ള കോഴികളല്ലേ ഇങ്ങോട്ട് ഒറ്റ ഇടലും ഇടുകയും ചെയ്യും. അറക്കുമ്പോ അതിൻ്റെതായ 4 കാര്യം, ആര്, എന്തിനെ, എങ്ങനെ, എപ്പോ അറുക്കണം എന്നുള്ളത് പ്രധാനപ്പെട്ട വിഷയമാണ്. ചോദ്യം അതിന്റെ ഗൗരവവും മറ്റു കാര്യങ്ങളൊക്കെ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം തെറ്റ് ചെയ്യുന്ന ആളുകളെ തുടർന്ന് നിസ്കരിക്കാതിരിക്കുകയാണ് വേണ്ടത് എന്നതാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഉസ്താദ് അവർക്ക് ചോദ്യങ്ങൾക്ക് മുമ്പായി ഒരു അപേക്ഷ. സദസ്സിൽ നിന്ന് നേരിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ സദസ്സിലുള്ള എല്ലാവർക്കും അറിയുന്നതിനായി മൈക്കിലൂടെ ആവർത്തിച്ചാൽ നന്നായിരുന്നു. ഇൻഷാ അല്ലാഹ് ഐ വിൽ ട്രൈ. പിന്നെ മിസ്വാക്ക് ചെയ്യുമ്പോൾ മറ്റൊരു ചോദ്യം. വല്ലാത്തൊരു ചോദ്യമാണ്. ഇപ്പൊ ഈ ചെരുപ്പ് ചിലപ്പോൾ ചിലയിടത്ത് എന്തുണ്ടാവും അറിയാം, നമ്മൾ ഈ ചെരുപ്പ് സൈഡിൽ തന്നെ വെച്ചിട്ടുണ്ടാകുക. അപ്പൊ ഇറങ്ങണ നേരത്തെ ചിലപ്പോൾ ആ ഒരു ഹബഹുബന്റെ നേരത്തെ ചിലപ്പോൾ ഇവന്റെ ചെരുപ്പിന്റെ മേലെ അപ്പുറമായിട്ടുണ്ടാകും. അപ്പോൾ ഈ കിതാബൊക്കെ വെക്കാൻ തെർത്തീബുണ്ട്. ഈ ചെരുപ്പിന്റെ മേലെ മെറ്റാ ചെരുപ്പ് വരാൻ പറ്റുമോ എന്നുള്ളതിന് തെർപ്പിത്തീബും സംഗതിയൊന്നുമില്ല. അപ്പോൾ കൽപ്പിച്ചൂട്ടിങ്ങാണ്ട് ചെരുപ്പാക്കരുത്. നല്ല പുതിയ ചെരുപ്പ് വാങ്ങിയത് അതാണെങ്കിലോ വില കൂടുന്നിടത്തോളം ഉറപ്പ് കുറയാലോ. ഈ ചെരുപ്പിന്റെ ഒരു പ്രത്യേകത എന്താണ്? പഴയ കാലത്ത് 5 ഉറുപ്പ്യന്റെ ചെരുപ്പ് ഉണ്ടായിരുന്നു, 5 കൊല്ലം ഇടാൻ. നേരെ മറിച്ച് നല്ല ക്യാഷ് കൊടുത്തിട്ട് ഈ ഗൾഫിൽ നിന്നും അവിടുന്ന് ഇവിടുന്നൊക്കെ കൊണ്ടുവരുന്ന ഈ പല ചെരുപ്പുകളുണ്ടല്ലോ. എത്ര പൈസ കൂടുന്നു അതിനനുസരിച്ച് ഇതിന്റെ ബലം കുറയുന്നില്ല. വില കൂടുമ്പോൾ ബലം കുറയുന്നുള്ളതാണ് ഒരു പ്രത്യേകത. അപ്പൊ നല്ല ഉറപ്പുള്ള ചെരുപ്പിടാകുക. എല്ലാ ആൾക്കാരും പിന്നെ പള്ളിയിലാകുമ്പോ ഇനി ചെരുപ്പുമ്പോ ചവിട്ടി എന്നുള്ളത് വേണ്ടല്ലോ. പിന്നെ അങ്ങനെ അത് ബാക്കിയുള്ള ആളുകളെ പൊരുത്തപ്പെട്ടു കൊടുത്താൽ മതി. അതല്ലെങ്കിൽ പിന്നെ ഈ ഈ 5ന്റെ ഒക്കെ മാരിക്ക് നീളമുള്ള ചാട്ടം ചാടേണ്ടി വരും. കാരണം കുറെ ചെരുപ്പുകൾ മുമ്പിലൊക്കെ ഉണ്ടാകുമ്പോൾ അപ്പൊ ഇങ്ങനെ പതുക്കെ നല്ല ചെരുപ്പ് നോക്കിയിട്ട് ഇങ്ങനെ വൃത്തിയുള്ളതോടുകൂടെ ഇങ്ങനെ വൃത്തിയുണ്ട് എന്നുള്ള ഉറപ്പുള്ളതോടുകൂടെ ഇങ്ങനെ പതുക്കെ ചവിട്ടണതിന് വിരോധമല്ല. ചവിട്ടാതെ എത്തുകയാണെങ്കിൽ അതിന് പരമാവധി ശ്രമിക്കേണ്ടതാണ്. സന്താനങ്ങളെ സാലിഹീങ്ങളും സൽസ്വഭാവികളുമായി വളർത്തിയെടുക്കുവാൻ മാതാപിതാക്കൾ എന്തൊക്കെ മാർഗങ്ങളാണ് ചെയ്യേണ്ടത് എന്നതാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് തിങ്കളാഴ്ച പറയാം. തിങ്കളാഴ്ച.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും കുടുംബത്തിന്റെയും പേരിൽ ചൊല്ലുന്ന സ്വലാത്തിന്റെ ചുരുങ്ങിയ രൂപമാണ് നമ്മൾ അത്തഹിയാത്തിൽ ചൊല്ലുന്ന സ്വലാത്ത്. അതുപോലെ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലം അതിൽപ്പെട്ടതാണ്. പിന്നെ പല ആളുകളും പള്ളിയിൽ നിന്ന് പുറത്തേക്ക് തുപ്പുമ്പോൾ തുപ്പുനീര് പള്ളിക്കുള്ളിൽ വീഴുന്നത് കാണാം. അങ്ങനെ അൽ ബുസാഖു ഫിൽ മസ്ജിദി ഖതീഅ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അൽ ബുസാഖു എന്നും റിപ്പോർട്ടുണ്ട്, അൽ ബുസാഖു എന്നും റിപ്പോർട്ടുണ്ട്. അങ്ങനെ പള്ളിയിൽ തുപ്പുക എന്നത് അത് ഖതീഅത്താണ്, തെറ്റാണ് എന്ന്, അത് ഒഴിവാക്കേണ്ടതാണ് എന്ന് കാണാം. വൽ കഫാറത്തു വദ്ദഫനു കഫാറത്തുഹാ, അതിനെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ് അത് ഒഴിവാക്കാനുള്ള മാർഗം എന്ന് വിശദീകരിച്ചതായി കാണാം. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പലിശ കൊടുക്കുന്നവന്റെ തൗബ അല്ലാഹു സ്വീകരിക്കില്ല എന്നൊരു ഉസ്താദിന്റെ പ്രസംഗത്തിൽ കേട്ടു. എന്റെ 3 സഹോദരിയുടെ കല്യാണത്തിന് വേറെ ഒരു വഴിയുമില്ലാത്തത് കൊണ്ട് ബാങ്കിൽ നിന്നും ലോൺ എടുത്തു. എന്റെ തൗബ അല്ലാഹു സ്വീകരിക്കുമോ? എനിക്ക് വല്ല ആനുകൂല്യവും ഉണ്ടോ? കടം വീടാൻ പ്രത്യേകം പ്രാർത്ഥിക്കണം. അല്ലാഹു നിങ്ങളെ കടം പ്രത്യേകം വീട്ടി തരുമാറാവട്ടെ. പ്രത്യേകിച്ച് പലിശയുമായിട്ടുള്ള ബന്ധമുണ്ടാകുമ്പോൾ അതൊരു ബറക്കത്ത് കുറവുണ്ടാകും. അപ്പൊ അല്ലാഹു സലാമത്ത് നൽകുമാറാവട്ടെ. പിന്നെ ഗ്യാസ് ആവശ്യത്തിന് ബാങ്ക് അക്കൗണ്ട് എടുക്കാമോ എന്നതാണ് മറ്റൊരു ചോദ്യം. അങ്ങനെ ബാങ്ക് അക്കൗണ്ട് എടുത്തുകൊണ്ടുള്ള ഒരു കണക്ഷൻ ചെയ്യാതിരിക്കുക എന്നുള്ളത് അത് സൂക്ഷ്മയുടെ ഭാഗമാണ്. കാരണം എത്രയാണോ പലിശ സ്ഥാപനവുമായി ബന്ധപ്പെടുന്നത് അത്രയും ബറക്കത്ത് കുറയും. എന്റെ വീട് 2 ആഴ്ചക്ക് മുമ്പ് മരം വീണ് തകർന്നു. അല്ലാഹു സലാമത്താക്കട്ടെ. കന്നി മൂലയിൽ പുതിയ കിണർ കുത്തിയിട്ടുണ്ട്. സ്ഥാനം നോക്കിയായിരുന്നു കിണർ കുത്തിയത്. കന്നിമൂലയിൽ കിണർ ഉണ്ടത് കൊണ്ടാണോ വീടിന് ദോഷം പറ്റിയത്? അല്ല, കാറ്റടിച്ചത് കൊണ്ടാണ്. കന്നിമൂലയിൽ കിണർ കുത്തിയാൽ കാറ്റടിച്ചു, എന്താ പറ്റിയ? അപ്പൊ അതുകൊണ്ടാണ്. അതും ഇതും ഒരു ബന്ധമല്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇപ്പൊ കന്നിമൂലയിൽ എത്ര ആൾക്കാർക്ക് കിണറുണ്ട്, അതുകൊണ്ടൊക്കെ പോലിക്കൊക്കെ പൊട്ടിച്ചാടുക, എന്തൊരു ഒത്താണത്? അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കാൻ പാടില്ല. അപ്പോ അതാണ് അതിനെക്കുറിച്ച് പറയാൻ. സ്പ്രേ ഉപയോഗിക്കാൻ പറ്റുമോ? ഇന്നുള്ള മിക്ക സ്പ്രേകളിലും ആൽക്കഹോൾ ചേർന്നിട്ടുണ്ട് എന്ന് കേൾക്കുന്നു. ഈ സ്പ്രേ ഉണ്ടല്ലോ, സ്പ്രേ ഉപയോഗിക്കാൻ പറ്റോ ഇല്ലേ എന്നുള്ളതാണ് ഒരു ചോദ്യം. അത് വലിയ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. സ്പ്രേ എന്നുള്ളത്, ആൽക്കഹോൾ ഉപയോഗിക്കുന്ന സ്പ്രേ, അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് നൂറുൽ അബ്സാർ എന്ന 10 കിതാബിന്റെ വ്യാഖ്യാനം തംബീഹുൽ അഫ്കാർ, അതിൽ കാണാം. ഇത് ഉദ്ധരിക്കാൻ കാരണം പഴയ കാലത്ത് ഈ ആൽക്കഹോളിന്റെ സംവിധാനത്തിലേക്ക് വരുന്നില്ല. H3 3 ഹൈഡ്രജന്റെ ആറ്റം ഓക്സിജനോട് ചേർത്ത് വീണ്ടും ഹൈഡ്രജന്റെ ആറ്റമാക്കി മാറ്റുന്ന പ്രക്രിയയാണ് അൽഖൈൻ എന്ന് പറയുന്ന സമ്പ്രദായം. അങ്ങനെ ഉണ്ടാക്കി എടുക്കുന്ന ഒന്നാണ് ഈ ആൽക്കഹോള് എന്നത്. ആൽക്കഹോള് കിസ്മാനി, ഈത്തൈൽ ആൽക്കഹോള്, മീത്തൈൽ ആൽക്കഹോള്. ആൽക്കഹോള് 2 വിധത്തിലുണ്ട്. ഒന്ന് ഈത്തൈൽ ആൽക്കഹോളാണ്, മറ്റൊന്ന് മീത്തൈൽ ആൽക്കഹോളാണ്. മസ്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ആൽക്കഹോൾ, മസ്താവാൻ വേണ്ടി, കിക്കാകാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആൽക്കഹോൾ, ആ ആൽക്കഹോള് അത് ഈത്തൈൽ ആൽക്കഹോൾ എന്ന് പറയുന്ന ആൽക്കഹോളാണ്. എന്നാൽ മരുന്ന്, ഇപ്പോ ഹോമിയോ മരുന്നുകളിൽ, അതുപോലെ തന്നെ അരിഷ്ടങ്ങളിൽ, അതുപോലെ എഴുതുന്ന പേനകളിലൊക്കെ മീത്തൈൽ ആൽക്കഹോൾ ചേർക്കുന്നുണ്ട്. മീത്തൈൽ ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ ഈത്തൈൽ ആൽക്കഹോളിന്റെ മസ്തിന്റെ ഘട്ടത്തിലേക്ക് വരാത്ത ഒരു ഘട്ടമാണ് മീത്തൈൽ ആൽക്കഹോൾ. അപ്പോ ആ മീത്തൈലാണ് ചേർത്തതെങ്കിൽ അവിടെ ആ സ്പ്രേ ഉപയോഗിച്ച ഒരാൾ നിസ്കരിച്ചാൽ നിസ്കാരത്തിന്റെ സ്വീകാര്യതയെ ബാധിക്കൂല. അതാണ് ഉപയോഗിക്കുന്നത് എന്ന് ലുബാബുൻ നുഖൂൽ ഫി തഹാറത്തിൽ ഉതൂരിൽ മംസൂജത്ത് ബി ആൽക്കഹോൾ എന്ന് പറഞ്ഞ് മുൻ UAE മതകാര്യ വകുപ്പ് മന്ത്രിയായ ഷെയ്ഖ് ഈസ ബിൻ അഹ്മദ് അൽ മാനി അൽ ഹിമ്യരി എന്ന് പറയുന്ന പണ്ഡിതൻ, അദ്ദേഹം ജർമ്മൻ, ഫ്രാൻസ് അതുപോലെയുള്ള സ്ഥലങ്ങളിൽ ഈ സ്പ്രേ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളിൽ, ന്യൂയോർക്ക്, 4-5 രാഷ്ട്രങ്ങളിൽ നേരിട്ട് പോയി പഠനം നടത്തിയപ്പോൾ അയാൾക്ക് ബോധ്യപ്പെട്ടത് മീത്തൈൽ ആൽക്കഹോളാണ് ഇതിൽ ചേർക്കുന്നത് എന്നാണ്. അപ്പൊ മീത്തൈൽ ആൽക്കഹോളാണ് ചേർക്കുന്നതെങ്കിലും അത് മസ്തില്ലാത്ത ആൽക്കഹോളാണെങ്കിലും ഇതുകൊണ്ട് മസ്താവാനുള്ള സാഹചര്യം കൂടുതൽ നിൽക്കുന്നത് കൊണ്ട്, മസ്താകാനുള്ള സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ മീത്തൈൽ ചേർത്താലും ഈത്തൈൽ ചേർത്താൽ ഏതായാലും പാടില്ല. മീത്തൈൽ ചേർക്കുകയാണെങ്കിൽ ഒരിക്കലും അത് ഉപയോഗിക്കാതിരിക്കലാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം വേണ്ടത്, നല്ലത്, സൂക്ഷ്മത.
അതുകൊണ്ടാണ് ഈ ആൽക്കഹോളാണ് ചേർക്കുന്നത് എന്നുകൊണ്ടായിരിക്കാം തംബീഹുൽ അഫ്കാർ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, ആൽക്കഹോൾ ഡ്രസ്സിൽ അടിച്ച ഒരാൾ നിസ്കരിച്ചാൽ അവരുടെ നിസ്കാരം സഹീഹ് ആവുകയില്ല എന്ന് തംബീഹുൽ അഫ്കാർ എന്ന ഗ്രന്ഥത്തിലുണ്ട്. എന്നാൽ ഇങ്ങനെ രണ്ട് വിധത്തിൽ ഇങ്ങനെ വിഭജിച്ചിട്ടും ഉണ്ട്. അത്തരം വിഷയങ്ങളൊക്കെ എല്ലാ മേഖലയിലും സംശയത്തിലുള്ള ആൾ സംശയത്തിന്റെ മേഖല അല്ലാത്ത മേഖലയിലേക്കാണ് തിരിക്കേണ്ടത്. അതുകൊണ്ട് സൂക്ഷ്മത ഒഴിവാക്കലാണ് നല്ലത്. പിന്നെ സ്പിരിറ്റ് എന്ന് പറയുന്നതും മസ്തിന്റെ വിഷയമായതുകൊണ്ട് ഒഴിവാക്കുക തന്നെയാണ് വേണ്ടത്. റാഡോ വാച്ച് കെട്ടാൻ പാടില്ലെന്ന് കേൾക്കുന്നു, ശരിയാണോ എന്നാണ്. അങ്ങനെ ആരെങ്കിലും പറയണല്ലോ. റാഡോ വാച്ചും ഇതുപോലെ പല കിസ്മാണ്. റാഡോ വാച്ച് ARD രണ്ട് വിധത്തിൽ അതിൽ പ്രത്യേകം റാഡോ വാച്ചിലുണ്ട്. ഒന്ന് വൈറ്റ് ഗോൾഡ് പോലെയുള്ള സ്വർണത്തിന്റെ അംശങ്ങൾ കലർന്ന റാഡോ വാച്ച്. അങ്ങനെയുള്ള റാഡോ വാച്ച് പുരുഷൻ ധരിക്കാൻ പാടില്ല, അത് ഹറാമാണ്. വൈറ്റ് ഗോൾഡ് ചില റാഡുകളിലൊക്കെ റാഡോമ തന്നെ നോക്കിയാൽ കാണാം. ഇന്ന് കുറെ ആൾക്കാർ റാഡ മേഡിയൻ അട്ടപ്പാടിയാണ്, മേഡിയൻ ഒറിജിനൽ റാഡോ അല്ല. അതുകൊണ്ട് അതിൽ പേടിക്കാനൊന്നുമില്ല. എന്നാൽ ഇങ്ങനെയുള്ള റാഡോ ആണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽ അതിന്റെ ബോക്സിലുള്ള ആ പുസ്തകത്തിൽ ഒരു കോഡുണ്ട്. ആ കോഡിൽ അടിച്ചു കൊടുത്താൽ അതിനെ സംബന്ധിച്ചുള്ള വിശദീകരണമായ സംഭവങ്ങൾ കിട്ടും. അപ്പൊ അങ്ങനെയുള്ള ARG ആ സീരിയലുള്ളതാണെങ്കിൽ അതിൽ ഗോൾഡ് ചേർത്തിട്ടുണ്ടാകും എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഉപയോഗിക്കാൻ പറ്റൂല. പിന്നെ ഭാര്യക്ക് ഭർത്താവിനെ കുളിപ്പിക്കാമോ? എന്താ കുളിപ്പിക്കണേന്ന്? ചിലവ് മയ്യത്ത് കുളിപ്പിക്കാമെങ്കിൽ മയ്യത്തിന്റെ വുളൂഇനെ ബാധിക്കയില്ലേ എന്നാണ്. മയ്യത്തിന്റെ വുളൂ, രണ്ട് വുളൂ വെടിവെച്ചാലും മുറിയാത്ത രണ്ട് വുളൂ ഉണ്ട്. ഒന്ന് കടന്നുറങ്ങണ നേരത്തെ നമ്മൾ എടുക്കുമല്ലോ ഒരു വുളൂ, ആ വുളൂ ഉറങ്ങിയാൽ മുറിയില്ല. എന്നുവെച്ചാൽ ഉറങ്ങിച്ചിട്ട് തയ്ച്ചത് കരിക്കാൻ വുളൂ ഉണ്ടാക്കാൻ പാടില്ല എന്നല്ല, അതിന് വേറെ വുളൂ ഉണ്ടാക്കണം, അത് വേറെ വിഷയം. ഉറങ്ങുമ്പോ വുളൂ മുറിയില്ലേ, അല്ലെങ്കിൽ കിടക്കുമ്പോ പമ്പറന്നോളം അടുത്തുണ്ട്, ഇജ്ജ് വിട്ട് കിടക്കുക, ഞാൻ വുളൂ എടുത്തിട്ട് കിടക്കണം, ഇജ്ജ് മുറിച്ചന്റെ ഉറങ്ങണീനും പിന്നെ മുറിച്ചന്റെ പിത്തൻ ഉണ്ടാക്കേണ്ട ആവശ്യമല്ല. ആ വുളൂവിനെന്താണ്, അത് നേരം പുലർന്നു ഫിർക്കോളം എല്ലാ സമയത്തും അതിന്റെ സ്ഥാനത്ത് തന്നെയാണ്. എന്നാൽ മയ്യത്തിന്റെ വുളൂ, ആ മയ്യത്തിനോടുള്ള തെക്കിലീഫ് മരണത്തോടെ മുറിഞ്ഞത് കൊണ്ട് ലാമിസിന്റെ വുളൂയെ മുറിയുള്ളൂ. മൽമൂസായ തൊടപ്പെട്ട സ്പർശിക്കപ്പെട്ട മയ്യത്തിന്റെ വുളൂ മുറിയയില്ല എന്ന് അല്ലാമ അമീറത്തുൽ ബർലസി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഹസിയത്തുൽ മഹല്ലിൽ വിശദീകരിച്ചിട്ടുണ്ട്. കാരംസ് കളിയുടെ വിധി എന്ത്? ചെസ് കളിക്കാമോ എന്നാണ് ഒറ്റ ചോദ്യത്തിൽ രണ്ട് വിഷയം. ഒന്ന് കാരം ബോർഡ് കളിക്കുക, ഇങ്ങനെ മുട്ടിക്കളിക്കുക. കാരം ബോർഡ് കളിക്കുക എന്നത് അത് ക്യാഷിന് വേണ്ടിയിട്ടാണെങ്കിൽ ശരി, അല്ലെങ്കിലും ശരി. മൻ ലഅബ ബിന്നർദി ഫകഅന്നമാ ഗമസ യദഹു ഫീ ദമിൽ ഖിൻസീരി. ആരെങ്കിലും കാരം ബോർഡ് കളിക്കുകയാണെങ്കിൽ പന്നിയുടെ രക്തത്തിൽ കൈയിട്ട് വാരുന്നതിന് തുല്യമാണ് എന്ന് സഹീഹ് മുസ്ലിം ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന്. അതുകൊണ്ട് അത് കളിക്കാൻ പാടില്ല. ചെസ് കളിക്കാമോ എന്നതാണ്. നിസ്കാര സമയം പോലെയുള്ള വിഷയങ്ങളെ ബാധിക്കുന്ന രൂപത്തിൽ സമയം നഷ്ടപ്പെടുത്തി കളിക്കാൻ പാടില്ല. എന്നാൽ ശാഫിഈ മദ്ഹബ് പ്രകാരം, ഹനഫി മദ്ഹബ് പ്രകാരം ചെസ് കളിക്കാൻ പാടില്ല. ശാഫിഈ മദ്ഹബ് പ്രകാരം ചെസ് കളിക്കുന്നത് വിരോധമില്ലെങ്കിലും ഇങ്ങനെയാണ് എന്ന് ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു കഫുർ റുആഇ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ശൈഖുമാർ വെള്ളം നൽകിയത് കുടിച്ചാൽ നോമ്പ് മുറിയുകയില്ല എന്ന് കേട്ടു, ശരിയാണോ എന്നതാണ്. അങ്ങനെ ആരെങ്കിലും പറയലുണ്ടോ? ശൈഖ് വെള്ളം തന്നാലും എന്നാ പിന്നെ കുറെ ശൈഖന്മാരെടുത്ത് പോയാതല്ലോ. ഉച്ചക്കൊരു ശൈഖിനെ കാണുക, അസർക്ക് വേറെ ശൈഖിനെ കാണുക. വേറെ ഇത് പറയുന്ന ആൾക്കാർക്ക് അന്തല്ല. അല്ലാഹു തആല അവർക്കൊക്കെ അന്തം കൊടുക്കുമാറാവട്ടെ. കുത്തുബക്ക് മുമ്പ് പ്രസംഗിക്കുന്നതിന്റെ വിധി എന്ത്? നമ്മൾ ഇന്നാൾ പറഞ്ഞില്ലേ, കുത്തുബന്റെ മുമ്പുള്ള പ്രസംഗത്തിന്റെ വിഷയം നമ്മൾ അല്ലേ, നമ്മൾ പറഞ്ഞാണ്, അതിന്റെ വിഷയങ്ങളൊക്കെ പറഞ്ഞാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പ്രസംഗിച്ചിരുന്നു എന്ന് കേട്ടു, അത് ശരിയല്ല, ഹദീസ് പറഞ്ഞിരുന്നു എന്നാണ്. അത് മഅസറിയിലെ ഹദീസാണ്, അല്ലാതെ അത് കുത്തുബന്റെ മുമ്പ് പ്രസംഗിക്കാനുള്ള തെളിവ് അല്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നു. പിന്നെ ഹക്ക് ഇടപാട് തീർത്തെങ്കിലേ തൗബ സ്വീകരിക്കുകയുള്ളൂ, ദുആ സ്വീകരിക്കുകയുള്ളൂ എന്നാണല്ലോ. ആയതിനാൽ കൊടുത്തു തീർത്ത് പൊരുത്തപ്പെടിക്കണമെന്നുണ്ട്. എന്നാൽ ആളെ കണ്ടുപിടിക്കാനും എത്തപ്പെടാനും കഴിയില്ല. ഇനി അതിന്റെ വിധി എന്താണ് എന്നാണ്. ഒരാളടുത്ത് നിന്ന് ക്യാഷ് വാങ്ങി. ഈ ക്യാഷ് വാങ്ങി കടം വാങ്ങിയ ആളാണ്. പിന്നെ വീട്ടാൻ നോക്കുമ്പോൾ ഉണ്ടാകുമ്പോ തന്നാ മതി എന്നാണ് അയാൾ പറഞ്ഞത്. ഉണ്ടായപ്പോ ആളെ കാണാനില്ല. എന്താ ചെയ്യാം? അങ്ങനെയുള്ളത് രണ്ട് ഘട്ടമാണ്. ഒന്നുകിൽ അയാൾ മരണപ്പെട്ടിട്ടുണ്ടാകും, അതല്ലെങ്കിലോ
മരണപ്പെട്ടിട്ടുണ്ടാകും. അതല്ലെങ്കിൽ ഇയാളെ കണ്ടുപിടിക്കാൻ കഴിയൂല. അപ്പൊ പറഞ്ഞ പോലെ അതാ വിദേശമാണ്, ചിലപ്പോൾ കണ്ണും കാതൊക്കെ എടുത്തിട്ടേക്കാർ ഇങ്ങോട്ട് പറഞ്ഞേക്കാം ഇങ്ങോട്ട് വരണ്ട, എന്റെ സേവനം ഇവിടെ വേണ്ട എന്നുള്ള നിലക്ക് എയർപോർട്ടിൽ നിന്ന് പറഞ്ഞയച്ചാളായിരിക്കും. പിന്നെ അവിടേക്ക് കയറി പോകാൻ പറ്റൂലല്ലോ കടം വീട്ടാൻ. അവിടുത്തെ ചിലപ്പോൾ അറബിക്കാണെങ്കിലോ ചിലപ്പോൾ ചില ആൾക്കാരുണ്ട് ഇത്ര ഇങ്ങനെ ഈ കച്ചവടത്തിൽ ചെയ്യുമ്പോൾ അറബിനോട് ഇതിന് 200 എടുത്തുക്കുന്നു പറയത്തര മലയാളത്തിൽ ഹലാലാക്കാൻ വേണ്ടിയിട്ട്. അറബി എന്താ അറബിക്കുന്ന അറബിയല്ലേ, ഒരു തിരിയില്ലല്ലോ എന്നുള്ള നിലക്ക്, അതുകൊണ്ട് ഹലാലാകുമോ അത് വേറെ വിഷയം. അപ്പൊ ഇങ്ങനെയുള്ള ഘട്ടം ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അവിടുത്തെ മിൻഹാജുൽ ആബിദീൻ എന്ന ഗ്രന്ഥത്തിൽ അള്ളാഹു കടം വീട്ടുന്ന ചില ആളുകളുടെ വിഷയം പറഞ്ഞ കൂട്ടത്തിൽ ഒരാള് കടം കൊടുക്കാനുള്ള ആള് മരണപ്പെട്ടു, അവകാശികളൊന്നും കിട്ടിയില്ല. അവകാശികളുണ്ടെങ്കിൽ കടം കൊടുക്കാനുള്ള മുതല് അവകാശികളുടെ അവകാശമായി മാറും. എന്നാലും അവിടെ അയാൾക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കണം എന്നാണ്. എന്നാൽ ഒരാൾക്ക് അങ്ങനെ കൊടുക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഒന്നുകിൽ കൊടുക്കാനുള്ള ആള് മരണപ്പെട്ടു, കൊടുക്കാൻ കഴിയാത്ത സാഹചര്യത്തോടു കൂടെ, അതല്ലെങ്കിൽ ഇത്തിരി ഘട്ടമാണെങ്കിൽ അവകാശികൾക്ക് കടക്കാരൻ അറിയുമെങ്കിൽ ഇയാളെ മുതൽ നിന്ന് കൊടുക്കുക. അതല്ലെങ്കിൽ അള്ളാഹുവോടുള്ളൊരു ദുആയുണ്ട്, അള്ളാഹുവേ ഇന്നലി ദുനൂബൻ ഫീമാ ബൈനി വബൈനിക് വഫീമാ ബൈനി വബൈന ഖൽഖിക് തലാൽ ഖൈറാത്തുള്ള ദുആയാണ്. അള്ളാഹുവേ എന്റെയും നിന്റെയും ഇടയിൽ കുറെ ദോഷമുണ്ട്, അതുപോലെ നിന്റെയും എന്റെയും നിന്റെ സൃഷ്ടികളുടെയും ഇടയിൽ കുറെ ദോഷമുണ്ട്, എന്റെയും നിന്റെയും ഇടയിലുള്ളത് പുറത്തു തരണം, ഞാനും സൃഷ്ടികളും തമ്മിലുള്ളത് എന്നെ തൊട്ട് ഏറ്റെടുക്കണമെന്നാണ്. മറ്റൊരാൾക്കൊരു സൂചി കൊടുക്കാനുണ്ടെങ്കിൽ പോലും സ്വർഗപ്രവേശനം തടസ്സപ്പെട്ടിട്ടുണ്ട് എന്നാണ്. അത്ര ഗൗരവമാണ് കടത്തിന്റെ വിഷയം. എന്നാൽ ഇങ്ങനെയുള്ളൊരു ഘട്ടം വരുമ്പോ അവർക്ക് പൊറുക്കലിനെ ചോദിക്കുക, അവരെ തൊട്ട് സദഖ ചെയ്യുക, പിന്നീട് എന്തെങ്കിലും അയാളെ കണ്ടെത്തുകയാണെങ്കിൽ അത് കൊടുത്തു വീട്ടുകയും ചെയ്യുക എന്നത് അതിന്റെ ഒരു പരിഹാരമായി സിറാജു ത്വാലിബീൻ എന്ന കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അള്ളാഹുവിന്റെ കലാമായ ഖുർആൻ ഒരു സ്ഥലത്തു നിന്നും എടുത്തു, അത് തിരിച്ച് അതേ സ്ഥാനത്ത് അല്ലെങ്കിൽ അതിന്റെ ഉടമയെ ഏൽപ്പിക്കാൻ കഴിയില്ല. അത് ആ ഖുർആൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഈ ചോദ്യത്തിന് ഈ രണ്ട് ചോദ്യത്തിനും അള്ളാഹു മാപ്പാക്കുന്ന പ്രതിവിധി പറഞ്ഞു തരണം. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. അപ്പൊ ഇതാണ് ചോദ്യം. അപ്പൊ വിശുദ്ധ ഖുർആൻ കലാം ഒരു സ്ഥലത്തു നിന്നും എടുത്തു, അത് അവിടെ തന്നെ കൊണ്ടുവയ്ക്കാൻ പറ്റില്ല. പള്ളിയിൽ നിന്ന് ആ ജന്മം നിർത്തി ഈ ജന്മക്ക് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, വഖഫ് ചെയ്യപ്പെട്ടതല്ല, അവിടെ ഇവിടെയൊക്കെ വെക്കുക. എന്നാൽ മോഷ്ടിച്ചതാണെങ്കിൽ അവിടെ തന്നെ കൊണ്ടുപോയി വെക്കുക, അത് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ കൊണ്ടുപോയി വേറെ മുസാഫ് ആ സ്ഥാനത്ത് കൊടുക്കുക എന്നുള്ളതാണ്. അതല്ലാതെ വേറെ വിഷയങ്ങളൊന്നും അതിൽ വരുന്നില്ല. നേരെ മറിച്ച് ഒരാൾ ഉപയോഗിക്കുന്ന ഖുർആനാണെങ്കിൽ ആ മുസാഫ് ആണെങ്കിൽ ആ മുസാഫ് അയാൾ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ അയാൾ വരാൻ സാധ്യത ഉണ്ടെങ്കിൽ വേറെ മുസാഫ് എടുക്കേണ്ടതാണ് എന്നും ഓർമ്മപ്പെടുത്തുകയാണ്. അതിന്റെ ഉടമയെ ഏൽപ്പിക്കാൻ കഴിയൂലെങ്കിലും ഇതുപോലെ തന്നെയാണ്, നേരത്തെ പോലെ തന്നെയാണ് ചെയ്യേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. പിന്നെ തറാവീഹ് നിസ്കാരത്തിന് അന്യപുരുഷൻ ഇമാമത്ത് നിൽക്കുന്നതിന്റെ വിധി എന്താണ്? തറാവീഹ് നിസ്കാരത്തിൽ ചില ഭാഗങ്ങളിലൊക്കെ മുതഅല്ലിമീങ്ങളെ പോലെയുള്ള ആളുകൾ ഇമാമത്ത് നിന്ന് നിസ്കരിക്കുന്ന ഒരു ഏർപ്പാട് പഴയ കാലത്തുണ്ടായിരുന്നു, പണ്ടോ അറിയില്ല. അവിടെ രണ്ട് പ്രശ്നമുള്ളത്. ഒന്ന് മറന്റെ പിന്നിലാണ്, ഈ തുണി കെട്ടിയിട്ട് മറന്റെ പിന്നിലാണ് ഈ ഇമാമ് മുന്നിലും മറന്റെ പിന്നിൽ പെണ്ണുങ്ങളുമായിട്ടാണ് എന്തായാലും നിസ്കരിക്കല്. അങ്ങനെ നിസ്കരിച്ചാൽ ജമാഅത്ത് സഹിയാകുമല്ലേ, അതൊരു വിഷയം. രണ്ടാമത് പരിസരങ്ങളിലുള്ള വീടുകളിലുള്ള ആളുകൾക്ക് ഒരു മേഖലയിൽ ഒരുമിച്ച് കൂടുമ്പോൾ ബുയൂത്തുഹുന്ന ഖൈറുൽ ലഹുന്ന, വീടാണ് ഉത്തമം എന്ന് പറയുന്ന വിഷയങ്ങൾക്ക് എതിരുമാണ്. അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങൾ ഇല്ലാതെയാക്കേണ്ടതാണെന്ന് അല്ലാമ ഖംറാനി തങ്ങൾ അവിടുത്തെ മുഹദ്ദബിന്റെ ശറഹിൽ വിശദീകരിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ വാള്യത്തിൽ മയ്യിത്ത് നിസ്കാരം പള്ളിയിൽ വെച്ച് നിസ്കരിക്കുന്നതിന്റെ മുമ്പ് വീട്ടിൽ സ്ത്രീകൾ നിസ്കരിക്കുന്നത് കൊണ്ട് കുഴപ്പം ഉണ്ടോ എന്ന ചോദ്യത്തിന് മുമ്പ് നമ്മൾ എന്തായിട്ടുണ്ട്, അതിന്റെ ഭവിഷ്യത്തുകൾ ഒരുപാട് വിധമായി നമ്മൾ എന്തായിട്ടുണ്ട് വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് ഒരിക്കലും ഒരൊറ്റ പുരുഷൻ ഇല്ലാത്ത ഘട്ടത്തിലാണെങ്കിൽ പാടില്ല. ഒരു പുരുഷൻ ഇമാമത്ത് നിന്നിട്ടുകൊണ്ടാണെങ്കിൽ ഫർള് കിഫ വീടിയത് കൊണ്ട് പള്ളിയിൽ നിസ്കരിക്കുന്ന ആളുകളുടെ ഫർള് എന്നുള്ളത് സുന്നത്ത് എന്ന ഗ്രേഡിലേക്ക് താഴെ കൊണ്ട് അത് മയ്യിത്തിനോട് ചെയ്യുന്ന ദ്രോഹമാണ്, അതുകൊണ്ട് പാടില്ല എന്നതാണ്. പിന്നെ നോമ്പിന്റെ മുദ് എല്ലാം ഒരു മിസ്കീനിന് കൊടുക്കാൻ പറ്റുമോ എന്നതാണ്. 60 മിസ്കീമാർക്കാണ് കൊടുക്കേണ്ടത് എന്നാണ് ശാഫിഈ മദ്ഹബിൽ. ആ വിഷയത്തിൽ രണ്ട് അഭിപ്രായമുണ്ട്. അതിന് 60 മിസ്കീമാരെ തന്നെ തിരഞ്ഞെടുക്കണം എന്നൊരു അഭിപ്രായമുണ്ട്. അതല്ല, ഒന്നിച്ച് ഒരാൾ കൊടുക്കുകയാണെങ്കിലും 3 ആളെയെങ്കിലും അതിന് പരിഗണിക്കേണ്ടതാണ് എന്ന അഭിപ്രായവും ആ വിഷയത്തിലുണ്ട്. പിന്നെ നോട്ടിൽ എത്രയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്, എത്രയുണ്ടായാലാണ് എന്നാണ്. അത് 200 ദിർഹം വെള്ളിയുടെ 595.2 ഗ്രാം വെള്ളിയുടെയോ അതല്ലെങ്കിൽ 20 മിസ്കാൽ അഥവാ 11.120, 10 അല്ല 11.120
എന്നുള്ളതാണ് സൂക്ഷ്മമായിട്ട് കണക്കൂട്ടി കിട്ടുന്നത്. അങ്ങനെ പ്യൂർ ഗോൾഡ് അഥവാ തനി തങ്കം അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് സക്കാത്ത് കൊടുക്കേണ്ടതാണ്. എത്ര? 2.5%. ഒരാൾ തറാവീഹ് മറന്നുകൊണ്ട് ഒരു റക്അത്ത് നിസ്കരിച്ചാൽ മടക്കി നിസ്കരിക്കുമ്പോൾ ബാക്കി ഒന്ന് നിസ്കരിച്ചാൽ മതിയോ അതോ രണ്ടും നിസ്കരിക്കണോ എന്നതാണ്. ഒരാൾ തറാവീഹ് മറന്ന് കൊണ്ട് ഒരു റക്അത്ത് നിസ്കരിച്ചാണ് സലാം വീട്ടിയിട്ട് താമസിച്ചിട്ടില്ലെങ്കിൽ അടുത്ത റക്അത്തിലേക്ക് നീക്കാം. കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ ആ കാപ്പിയൊക്കെ കുടിച്ചതിന്റെ ശേഷമാണെങ്കിൽ 2 നിസ്കരിക്കണം. പിന്നെ ഒരു സ്ത്രീക്ക് ജിമാ കൂടാതെ സ്പർശനം കൊണ്ട് രതിസുഖം ഉണ്ടായാൽ അവർ ജനാപത്തുകാരിയാണോ, കുളിക്കണോ എന്നതാണ്. ഒരു സ്ത്രീക്ക് രതിസുഖം ഉണ്ടാവുകയാണ്. എങ്ങനെ? ജിമാ കൂടാതെ സ്പർശനം കൊണ്ട് രതിസുഖം ഉണ്ടായാൽ അത് ഇനി അതല്ല സ്വപ്നത്തിലൂടെ സ്വപ്നസ്ഖലനമാണെങ്കിലും നബി തങ്ങളേത് പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ഒരു സംഭവമുണ്ട് എന്ന് ഒരു വനിത പറഞ്ഞപ്പോ അവ തഹത്തലിമുൽ മർഅതു യാ റസൂലല്ലാഹ്, ഇങ്ങനെ ഉണ്ടാകുമെന്നൊരു പെണ്ണ് ചോദിച്ചു. ഒരു സഹാബി വനിത ചോദിച്ചു, അങ്ങനെ ഉണ്ടാകും. അതുകൊണ്ട് രതിസുഖം ഉണ്ടായാൽ അത് സ്പർശനം കൊണ്ടാണെങ്കിലും ജിമാ കൊണ്ടാണെങ്കിലും അത് സുഡാൽഫിക്കേഷൻ ആവട്ടെ അല്ലാത്തതാവട്ടെ കുളിക്കൽ നിർബന്ധം തന്നെയാണ് എന്നാണ് അതിന് പറയാനുള്ളത്. അതായത് സ്ഖലനമുണ്ടായാൽ. പിന്നെ സമുദായത്തിൻ ഭിന്നതയുണ്ടാകുമ്പോൾ സുമർ സൂറത്തിലെ 46-ാമത്തെ ആയത്ത് ഓതൽ നല്ലതാണ്. ആയത്ത് ഏതാണെന്ന് എനിക്കറിയില്ല, അത് നോക്കിയാലേ അറിയുള്ളൂ. രക്തബന്ധം ഉള്ളവരുടെ മക്കൾ തമ്മിൽ നിക്കാഹ് നടന്നാൽ അതിൽ സുന്നി മക്കൾക്ക് രക്തബന്ധങ്ങൾ ഉള്ളവരുടെ മക്കൾ തമ്മിൽ നിക്കാഹ് നടന്നാൽ അതിൽ ജനിക്കുന്ന മക്കൾക്ക് വൈകല്യത്തിന് സാധ്യതയുണ്ടോ എന്നതൊരു ചോദ്യം. ജനദി മഖ്ദൂം തങ്ങൾ ഫതഹുൽ മുഈൻ അടക്കമുള്ള കിതാബുകൾ രേഖപ്പെടുത്തിയൊരു വിഷയമാണ്. ഈ അടുത്ത കുടുംബക്കാർ തമ്മിൽ, മൂത്താപ്പാന്റെ മകനും എളാപ്പാന്റെ മകളും, അല്ലെങ്കിൽ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് അമ്മോന്റെ മകനും അമ്മായിന്റെ മകളും, അങ്ങനെ തൊട്ട അടുത്ത കുടുംബക്കാർ തമ്മിൽ വിവാഹിതരായാൽ അവിടെ വൈകല്യം, ജന്മവൈകല്യം അടക്കമുള്ള സംഭവങ്ങൾ ഉണ്ടാവും എന്ന് സൈനുദ്ദീൻ മഅ്ദരി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ ചെയ്യാതിരിക്കലാണ് നല്ലത്. ഇന്ന് ദിവസങ്ങളിൽ നോമ്പ് ഇന്ന് രാവുകളിൽ ലൈലത്തുൽ ഖദ്ർ വരാൻ സാധ്യതയുള്ളൂ എന്ന് ഒരു വയലിന് കേട്ടിരുന്നു. എന്താണ്? ഇന്നിന്ന ദിവസങ്ങളിൽ നോമ്പ് തുടക്കമായാൽ ഇന്നിന്ന രാവുകളിൽ ലൈലത്തുൽ ഖദ്ർ വരാൻ സാധ്യതയുണ്ട് എന്ന് മുമ്പ് ഒരു വയലിൽ കേട്ടിരുന്നു. അത് പ്രകാരം ഈ വർഷത്തിലെ ലൈലത്തുൽ ഖദ്ർ എന്നായിരിക്കും എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലൈലത്തുൽ ഖദ്ർ എന്നാണ് എന്ന് പറയാൻ വേണ്ടി വന്നപ്പോ പിന്നെ പറയേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാനും എന്താണില്ല അത് എന്നാന്ന് പറയില്ല എന്നാണ് അതിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ വേറൊന്ന്, അവിചാരിതമായി ഛർദിച്ചാൽ നോമ്പ് മുറിയുമോ? ഇല്ല. വുളൂ മുറിയുമോ? ഇല്ല. ഹനഫി മദ്ഹബ് അനുസരിച്ച് വായ നിറച്ച് ഛർദിച്ചാൽ, ചെറിയ ഛർദിയല്ല, വായ നിറച്ച് ഛർദിച്ചാൽ മുറിയും. ഷാഫി മദ്ഹബ് മുറിയില്ല. പിന്നെ ഉണ്ടാക്കി ഛർദിച്ചാൽ നോമ്പ് മുറിയും. ഈത്തിദാലിന് ശേഷമുള്ള വലിയ ദുആ, ചെറിയ ദുആ. ഈത്തിദാലിന് ശേഷമുള്ള ഒരു ദുആനേത് റബ്ബന ലക്കൽ ഹംദു മിൽ അസ്സമാവാതി മിൽ എന്നുള്ള ദുആ ചെറിയ. അതുപോലെ തന്നെ ഖുമാ ഖാൽ അബ്ദു എന്ന് പറഞ്ഞിട്ട് കുലുനാൽ കഅബീദ് ലാ മാനിയ മാഅത്തറമത്ത് എന്ന് പറഞ്ഞിട്ട് വേറെ വേണ്ട നിസ്കാരത്തിന്റെ പുസ്തകങ്ങൾ നോക്കിയാൽ അതിൽ കിട്ടുന്നതാണ്. ബഹുമാനാദരവോടെ എല്ലായിടത്തും ആത്മീയ ക്ലാസുകളാണല്ലോ ഉണ്ടാവാറുള്ളത്. ഇസ്ലാമിനു പ്രകൃതിയോടുള്ള ബന്ധത്തെക്കുറിച്ച് ഒരു ക്ലാസ് ആവുന്നത് നല്ലതല്ലേ? ഇസ്ലാമിന് പ്രകൃതിയോട് നല്ലതല്ലേ? വളരെ നല്ലതാണ്. ജലം, വായു, മണ്ണ് എന്നിവകൾ മലിനമാക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ അതിന്റെ ആവശ്യകത അനിവാര്യമല്ലേ? തീർച്ചയായും അനിവാര്യമാണ്. റമദാനല്ലാത്ത കാലത്തും വഅദ് സംഘടിപ്പിക്കേണ്ടതാണ്. അപ്പോ തീർച്ചയായിട്ടും വേണ്ടതാണ്. അതിന്റെ ഇടയിൽ കൂടെ കുറച്ചൊക്കെ നമ്മളത് പറയാറുണ്ട്. ഇൻഷാ അല്ലാഹ് പരിഗണിക്കാം. അഫ്നാൻ എന്ന പേര് കുട്ടികൾക്ക് ഇടാമോ എന്നതാണ് മറ്റൊന്ന്. അഫ്നാൻ എന്ന് പറഞ്ഞാൽ ഈ പഴത്തിന്റെ മുരടിന് ദവാത്ത അഫ്നാൻ, കൂടുള്ള പഴം എന്നാണ് അതിന്റെ ഒരു അർത്ഥമുള്ളത്. അതുപോലെ തന്നെ അഫ്നാൻ എന്ന് പറഞ്ഞാൽ മറ്റൊരു അർത്ഥം വൈവിധ്യാനുഗ്രഹങ്ങൾ എന്നർത്ഥമുണ്ട്. ആ അർത്ഥത്തിൽ അത് ഇടുന്നതിന് വിരോധമില്ല. എന്നാലും മുഹമ്മദ്, അഹമ്മദ് എന്നുള്ളതിന് പ്രാമുഖ്യം കൊടുത്തെടുക്കലാണ് നല്ലത്. തിലാവത്തിന്റെ സുജൂദ് ഖുർആനിൽ ഇറങ്ങുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം സുജൂദ് ചെയ്തിരുന്നു എന്ന് ഇത്ഖാനിൽ ഇമാം സുയൂത്തി തങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. 3. നിസ്കാരത്തിന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരത്തിൽ
നിസ്കാരത്തിന്റെ നിയ്യത്ത് വെക്കാൻ പറ്റുമോ എന്നതാണ്. നിസ്കാരത്തിന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരത്തിൽ നേരെ കയറി വന്ന ആളാണെങ്കിൽ ആ കയറി വന്ന ആള് നേരെ ളുഹറിന്റെ മുമ്പുള്ള റവാത്തിബാണ് നിസ്കരിക്കുന്നതെങ്കിലും അയാൾ തഹിയ്യത്ത് നിസ്കരിക്കണം എന്ന നിർദ്ദേശം ഇല്ലായ്മ ചെയ്യപ്പെടുമെങ്കിലും അയാൾക്ക് തഹിയ്യത്തിന്റെ കൂലി കിട്ടണമെങ്കിൽ ആ തഹിയ്യത്തിന്റെ നിയ്യത്ത് വെക്കണം എന്ന് ബഹുമാനപ്പെട്ട ഇമാം നവവി തങ്ങൾ പറയുന്നു. എന്നാൽ അങ്ങനെ വെക്കാതെ തന്നെ കിട്ടും എന്ന്. പിന്നെ 4 ഫത്ഹുൽ മുഈനിൽ ഈ വിഷയം തഹിയ്യത്ത് വിശദീകരിക്കുന്നിടത്ത്, ആ സുന്നത്ത് നിസ്കാരം വിശദീകരിക്കുന്നിടത്ത് അത് വിശദീകരിച്ചിട്ടുണ്ട്. സ്ത്രീകൾ ക്ലാസ് എടുക്കാൻ പാടില്ല എന്നും മറ്റുള്ള എല്ലാ ക്ലാസ്സുകളും ദിക്റിലും സലാത്തിനും പറയുന്നുണ്ടല്ലോ, അതിന്റെ വിധി എന്താണ് എന്നാണ്. അത് മുമ്പ് കഴിഞ്ഞ മിഞ്ഞാന്ന് 4-ാം നേരത്തെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു സ്ത്രീകൾ ക്ലാസ് എടുക്കുന്നതിനെ പറ്റിയിട്ട്. അതിന്റെ വിഷയങ്ങൾ വിശദീകരിച്ചപ്പോൾ ഉണ്ടായിരുന്ന ഉപചോദ്യമാവാം. അപ്പോൾ ഇൽമിന്റെ മജ്ലിസുകളിൽ സ്ത്രീകൾ സംബന്ധിക്ക ചിട്ടയോടെ അദബ് മാനിച്ചുകൊണ്ട് പങ്കെടുക്കുക എന്നുള്ളത്, തീർച്ചയായും ഉപാധിയോടുകൂടെ പങ്കെടുക്കുക എന്നുള്ളത് അത് അനുവദിക്കപ്പെട്ട വിഷയം. ഇമാം നവവി റളിയല്ലാഹു അൻഹു വയശ്ഹദിനൽ ഖൈറ വൽയശ്ഹദിനൽ ഖൈറ വദഅവതൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ ദുആയിലും അതുപോലെ ഖൈറായ അത്തരം ദിക്ർ മജ്ലിസുകളും അവർ സംബന്ധിച്ചു കൊള്ളട്ടെ എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് അവിടെ ശറഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ നീട്ടി പറയേണ്ടത് നമുക്ക് ഇൻഷാ അല്ലാഹ് നീട്ടി വെക്കാം. ഖുർആനിലെ ചെറിയ സൂറത്തായ കൗസർ പോലും എതിരാളികൾക്ക് അതും കുറച്ച് നീട്ടി പറയേണ്ടതാണ്. ബിസ്മില്ലാഹ്. ബാങ്കിലെ പലിശ കൊണ്ട് ഒരു വസ്തു വാങ്ങി അതിന്റെ തുക, അതും പിന്നെ പറയാം. ലോട്ടറി കുറച്ച് വിശദീകരിക്കാണ്ട്, അപ്പോൾ ലോട്ടറിനെ പറ്റിയിട്ടുണ്ട് എഴുത്ത്. അപ്പൊ ലോട്ടറിയും അതും കൂടി നമുക്ക് വിശദീകരിക്കാം. സ്വത്തിന്റെ സക്കാത്തിൽ നിന്ന് സ്വന്തം മാതാപിതാക്കൾക്ക് വിഹിതം നൽകിയാൽ സക്കാത്ത് വീടുമോ എന്നതാണ്. സ്വത്തിന്റെ സക്കാത്തിൽ നിന്നും സ്വന്തം മാതാപിതാക്കൾക്ക് തന്നെ, അവർ വേറെ വീട്ടിലാണ് താമസമെങ്കിൽ അനുജന് കൊടുക്കാം, ജ്യേഷ്ഠന് കൊടുക്കാം. സ്വന്തം ചെലവ് പറ്റി ആശ്രയിക്കുന്നല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്നതിന് യാതൊരു വിരോധവും ഇല്ല. പിന്നെ ലക്ഷങ്ങളുടെ കടം ഉള്ളതുകൊണ്ട് വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്ക്, അങ്ങനെ കുറെ ആൾക്കാർക്ക് സക്കാത്തുണ്ട്, സദക്ക കൊടുത്താൽ സ്വീകരിക്കുമോ? അങ്ങനെ ലക്ഷങ്ങളുടെ കടം ഉള്ള, തിരിയണില്ലല്ലോ, ലക്ഷങ്ങളുടെ കടം ഉള്ള ആള് വ്യക്തികൾക്ക്, സ്ഥാപനങ്ങൾക്ക്, അതെ, കുറെ സ്ഥാപനങ്ങൾക്ക് ലക്ഷക്കണക്കിന് കടങ്ങളുണ്ടല്ലോ. കടങ്ങൾ, സ്ഥാപനങ്ങൾക്ക് സക്കാത്ത് കൊടുക്കുന്നതിനെ പറ്റിയിട്ട് മഅദിൻ ഹികമിയ്യ പോലെയുള്ള സ്ഥാപനങ്ങൾ എന്ന് പേര് പറഞ്ഞ് തന്നെ ചോദിച്ചിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ. അപ്പൊ അതിന്റെ മസ്അല അന്ന് വിശദീകരിച്ചിട്ടുണ്ട്. പിന്നെ ഇഫ്താറുകൾ നടത്തി നോമ്പ് തുറപ്പിച്ചാൽ സ്വീകാര്യമാണോ? അത് ലാ തുതഅം തആമക ഇല്ലാ തഖിയ്യൻ, നല്ല ആളുകൾ വിളിച്ച് ഇഫ്താർ ചെയ്താൽ വലിയ കൂലിയാണ്. അത് വലിയ വിഷയം തന്നെ. നിസ്കാരത്തിൽ വലിയ സൂറത്തുകൾ ഓതുമ്പോൾ സംശയം തീർക്കാൻ മുസ്ഹഫ് കയ്യിൽ പിടിച്ച് നോക്കുന്നത് ശരിയാണോ എന്നതാണ്. ഇങ്ങനെ ചിലപ്പോ ഇതൊക്കെ ആയിരിക്കും, എന്താവട്ടെ. അങ്ങനെ ചില സ്ഥലത്ത് ഇങ്ങനെ നിസ്കരിക്കുന്ന സമയത്ത് സുജൂദിന്റെ സ്ഥാനത്തേക്കാണ് നിസ്കരിക്കുന്ന ഇമാമുകൾ നോക്കേണ്ടത്. അപ്പോ ഒരാള് ഇപ്പോ പരിപൂർണമായ ഒരു സൂറത്തോതലാണ് അല്പാൽപ്പം ഓതുന്നതിനേക്കാൾ നല്ലത്. എന്നാൽ ഒരാൾ റമളാനിലെ തറാവീഹിൽ ഖത്തം തീർക്കുക എന്ന ഉദ്ദേശത്തോടുകൂടെയാണെങ്കിൽ അല്പാൽപ്പം ഓതുന്നതിന് വിരോധമില്ല എന്നുള്ളത് പണ്ഡിതന്മാർ കിതാബിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അങ്ങനെ ഓതുമ്പോൾ തന്നെ ആ ഖത്തം ഓതുന്ന സമയത്ത് മുസ്ഹഫിലേക്ക് നോക്കി ഓതുമ്പോൾ സുജൂദിന്റെ സ്ഥാനത്തേക്ക് നോക്കുക എന്ന ഒരു സുന്നത്ത് ഇവിടെ നഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് അബ്ദുല്ലാഹി ഇബ്നു ഹദ്ദാദ് റളിയല്ലാഹു അൻഹു അവിടുന്ന് വിശദീകരിച്ചത്, നിസ്കരിക്കുന്ന സമയത്ത് മുസ്ഹഫിലേക്ക് നോക്കി ഖത്തം ഓതുന്നതിനേക്കാൾ മുസ്ഹഫിലേക്ക് നോക്കാതെ ചെറിയ സൂറത്തുകൾ പൂർത്തിയാക്കി ഓതലാണ് ഏറ്റവും നല്ലത് എന്ന് വിശദീകരിക്കാൻ കാരണം. അപ്പോ അങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് ചില ആളുകൾ പിന്നെ എന്ത് ചെയ്യലുണ്ട്, മറിക്കലൊന്നുമില്ല. ചില ആളുകൾ മറിക്കൽ തന്നെ ഉണ്ട്, ഇങ്ങനെ മറിച്ചിട്ട് ഇങ്ങനെ എന്താവലുണ്ട്. അതൊക്കെ വലിയ പ്രശ്നമാണ്. അത് ചിലപ്പോൾ ചെറിയ കുട്ടിനെ കൊണ്ട് 12കാരൻ എന്ന് പറഞ്ഞിട്ട് വയലറിയിപ്പിച്ചപ്പോ ഏതോ കേസറ്റായിട്ട് പഠിച്ചതാണെന്ന് പറഞ്ഞു. 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ മറന്നപ്പോൾ ആദിക്കന്ന് പിന്നെ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് തുടങ്ങിയായിരുന്നു. അപ്പൊ ബാക്കിയുള്ള ആളുകൾ വടിയാകുള്ളൂ. അപ്പൊ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇതാണ് ഏറ്റവും ആ വിഷയത്തിൽ മസ്അലപരമായിട്ട് കരണീയമായത്. അതിന്റെ നടക്കുന്നത്
ഇങ്ങനെ ചെയ്യണത് കാണാം. ആയിക്കോട്ടെ. അതുപോലെ തന്നെ ആലുവ തരീക്കത്തുകാർക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റുമോ എന്നതാണ്. 8 അവകാശികളിൽ സൂറത്ത് തോബയിൽ ആലുവ തരീക്കത്തിനെ കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കൊടുക്കുമ്പോൾ നല്ല ആൾക്കാർക്ക് കൊടുക്കുക, മുഅ്മിനീങ്ങൾക്ക് നല്ല ആളുകൾക്ക് കൊടുക്കുക. തന്നെ പിന്നെ ബീജ ബാങ്കിൽ നിന്നും ബീജം സ്വീകരിക്കുന്നതിന്റെ വിധി എന്താണ്? ബീജം ബാങ്ക് എന്ന് പറഞ്ഞാൽ ആ ഒരുപാട് ആളുകളുടെ പ്രവർത്തിക്കാൻ പറ്റിയ ജനറ്റിക് സോഴ്സ് അത് സൂക്ഷിച്ചു വെച്ച് ഈ കുട്ടികൾ ഉണ്ടാവാൻ സാധ്യതയില്ലാത്ത 4 ലക്ഷത്തിലധികം 4 കോടിയിലധികം കൗണ്ടിങ് അതുള്ളവർക്കാണ് സാധാരണ കുട്ടികൾ ഉണ്ടാകല്. അങ്ങനെ കൗണ്ടിങ് കുറഞ്ഞതിന്റെ പേരിൽ ഈ ബീജം എഫക്റ്റ് ആവാത്തത് കൊണ്ട് ബീജം സ്വീകരിച്ച് കുത്തിവെക്കുന്ന ഒരു സംവിധാനം ബീജ ബാങ്കുകളിൽ ഉണ്ട്. അങ്ങനെയുള്ളൊരു ഘട്ടങ്ങളിലുള്ള സാധുത എന്ത് എന്നതിന് ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിനോട് ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിൽ ആദ്യം ഒരു പണ്ഡിതൻ ഉദ്ധരിച്ചു, എന്ത്, ഇങ്ങനെ പുറത്തേക്ക് വന്ന ബീജം അത് കുത്തിവെക്കുക എന്നുള്ള വിഷയം തന്നെ വരുന്നില്ല, കാരണം കാറ്റ് കൊണ്ടാൽ അത് നശിച്ചു പോകുമെന്നാണ്. ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞു, അങ്ങനെ പറയണ്ട, യുഫ്സിദു വഫീഹി നദറുൻ, അത് ഹവ നഷ്ടപ്പെടുത്തും, നശിപ്പിക്കും എന്ന് പറഞ്ഞത് ശരിയല്ല. കാരണം അഥവാ അങ്ങനെ ഒരു സംവിധാനങ്ങൾ വന്നല്ലോ എന്നാണ്. ആ സംവിധാനം ഇന്ന് വന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ബാപ്പയും ഉമ്മയുമായി പരിഗണിക്കണമെങ്കിൽ ഹലാലായ മാർഗത്തിലൂടെയുള്ള ബീജം ഹലാലായ മാർഗത്തിലൂടെ ഗർഭപാത്രത്തിൽ പ്രവേശിച്ച് അത് സിക്താണ്ഡമായി, പുംബീജമായി, ഭ്രൂണമായി വളരുന്നതാണ് അനുവദനീയമായ മാർഗം. അപ്പൊ ഹലാലായ മാർഗത്തിലൂടെ ഇവന്റെ ഭാര്യയുടെ ബീജം തന്നെ പുറത്തേക്ക് വരണം. ആ പുറത്തേക്ക് കൊണ്ടുവരണം. അത് ഇവന്റെ ബീജം തന്നെ പുറത്തേക്ക് കൊണ്ടുവരണം. ആ പുറത്തേക്ക് കൊണ്ടുവരുന്ന ഹലാലായ മാർഗത്തിലൂടെ ഒന്നുകിൽ സംയോഗം, അതല്ലെങ്കിൽ അവന്റെ ഭാര്യയുടെ കൈ കൊണ്ടുള്ള ഹലാലായ മാർഗത്തിലൂടെ കൊണ്ടുവന്ന് അത് ഇവന്റെ പ്രവർത്തനത്താൽ തന്നെ ഇവൻ തന്നെയാണ് അവിടെ ആക്കേണ്ടത്. അവിടെ ചർച്ച കാണാം. ഒരു പെണ്ണ്, ഒരു പുരുഷൻ കല്ലുകൊണ്ട് മനോഹരം ചെയ്തു. അങ്ങനെ കല്ലുകൊണ്ട് മനോഹരം ചെയ്ത ആള് ജിമായി ചെയ്ത്, അതല്ലെങ്കിൽ സ്ഖലനം സംഭവിച്ചതിന് ശേഷമാണ് കല്ലുകൊണ്ട് മനോഹരം ചെയ്തത്. ഈ കല്ലുകൊണ്ട് മനോഹരം ചെയ്തപ്പോ കല്ലിൽ ഒരു ബീജം പറ്റിപ്പിടിച്ചിരുന്നു. അങ്ങനെയാണ് കദീസുമായി കൂടെ പോയപ്പോ കക്കൂസ് കാണാത്തതുകൊണ്ട് കുറ്റിക്കാട്ടിൽ ഓളൊന്ന് മൂത്രമൊഴിച്ചപ്പോ ഈ കല്ലെടുത്തിട്ട് ഓള് മനോഹരം ചെയ്തു. അങ്ങനെ സ്ത്രീ കല്ലെടുത്ത് മനോഹരം ചെയ്യുന്ന നിബന്ധന എന്താണ്? അങ്ങനെ ഉണ്ടോ അല്ലേ, അത് വേറെ വിഷയം. അങ്ങനെ ഇവളെന്തായി, ആ കല്ലുപയോഗിച്ചൊന്ന് ഒരതിയപ്പോ ഈ ബീജം അവളുടെ ഗർഭപാത്രത്തിൽ പ്രവേശിച്ച് കുട്ടിയുണ്ടായാൽ എന്താണ് മസ്അല എന്നുള്ളൊരു ചർച്ച ഇബ്നു ഹജർ തങ്ങളുടെ ഒരു സംഭവം വിശദീകരിച്ച് ഹാശിയത്തു ഷെർവാനിയിൽ വിശദീകരിക്കുന്നുണ്ട്. അവിടെ വിശദീകരിക്കുന്നതാണ് ഹലാലായ മാർഗത്തിലൂടെ ഹലാലിൽ പ്രവേശിച്ചാൽ മാത്രമേ നടക്കുള്ളൂ. അപ്പൊ ഇവന്റെ ബീജം തന്നെ അവളിൽ പ്രവേശിക്കുമ്പോഴേ പവിത്രതയുണ്ടാകുള്ളൂ. അതുകൊണ്ട് അതല്ലെങ്കിൽ ഇവളുടെ അണ്ഡവും ഇവന്റെ ബീജവും മൂന്നാമതൊരു പെണ്ണിൽ നിക്ഷേപിച്ചാലും ആ പെണ്ണിനെ ഉമ്മയായി കൂട്ടൂല എന്നുള്ളത് തന്നെയാണ്. അതുപോലെ ഇവന്റേത് കുത്തിയെടുത്തത് അനുവദനീയമല്ലാത്തത് കൊണ്ട് ഇവനെ ഉപ്പയായിട്ടും കൂട്ടൂല എന്നുള്ളതാണ്. അനുവദനീയ മാർഗത്തിലൂടെയാണ് എടുത്തത്, അനുവദനീയ മാർഗത്തിലൂടെ തന്നെ കൊണ്ടുപോയാലേ കുട്ടിയാവുകയുള്ളൂ. അത് വലിയ വിഷയം തന്നെയാണ്. അതുകൊണ്ട് ബീജ ബാങ്കിൽ നിന്നും ബീജം സ്വീകരിക്കൽ പാടില്ലാത്തതാണ്. അത് കുറേ വിശദീകരിക്കേണ്ടതാണ്. അങ്ങനത്തെ കുറേ മസലകൾ വിശദീകരിക്കാനുണ്ട്. അപ്പോ ഇൻഷാ അല്ലാഹ് മറ്റൊരു സമയത്ത് ആണ്. മാസം കണക്ക് കൂട്ടി ഉറപ്പിക്കുന്നതിൽ വല്ല തെറ്റുമുണ്ടോ എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൂമു ലിറുയതിഹി വഅഫ്തിറു ലിറുയതിഹി, മാസം കണ്ടാൽ നോലും പോലിക്കുക, മാസം കണ്ടാൽ പെരുന്നാളാക്കുക. വഇൻ ഉമ്മ അലൈക്കും, മാസം കാണാനില്ലെങ്കിൽ പിന്നെ നിങ്ങൾ കാൽക്കുലേറ്ററിൽ കൂട്ടണം എന്നല്ല. പിന്നെന്താ പറഞ്ഞത്? 30 പൂർത്തിയാക്കാനാണ്. കാരണം അവിടുന്ന് പറഞ്ഞത് നമ്മൾ കണക്ക് കൂട്ടേണ്ടവരല്ല എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. അതുകൊണ്ടാണ് ഇബ്നു തൈമിയ്യ പോലും പറഞ്ഞത് വൽ മുഅ്തമദു അലൽ ഹിസാബി ളാല്ലും ഫി ശരീഅത്തി മുബ്തദിഉൻ ഫി ദീനി, കണക്ക് കൂട്ടി മാസം ഉറപ്പിക്കുക എന്നുള്ളത് ഈ ദീനിൽ മുബ്തദി ആണ്, അവൻ ശരീഅത്തിൽ പിഴച്ചവനാണ് എന്ന് ഇബ്നു തൈമിയ്യ ഫതാവയിൽ 24-ാമത്തെ വാല്യത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. മക്കയിലെ അറഫയിലുള്ള അന്ന് തന്നെയല്ലേ ഇവിടെ അറഫ ആകേണ്ടത്? നോമ്പും പെരുന്നാളുമൊക്കെ എല്ലാവർക്കും ഒരുമിച്ചല്ലേ എന്നുള്ള ചോദ്യത്തിന് ഞാൻ മുമ്പ് അതിന്റെ കൃത്യമായിട്ട് അതിന്റെ കണക്ക് അവതരിപ്പിച്ചത് തന്നെ അതിന്റെ ശാസ്ത്രീയമായ നിലയ്ക്ക് തന്നെ വിശദീകരിച്ചത് കൊണ്ട് CD വാങ്ങിക്കേട്ടാൽ മതിയാകും. ഏത് CD യിലാണെന്ന് അറിയാത്തത് കൊണ്ട് മുഴുവൻ വാങ്ങേണ്ടതാണ്. പിന്നെ
നിക്കാഹിന് സാക്ഷികൾ വേണ്ട എന്നും ഷിയാക്കളോടും മറ്റും സലാം പറയാം എന്നൊക്കെയുള്ള സുന്നി വിരുദ്ധ ആശയങ്ങൾ പലതും ഇപ്പോൾ പറയുന്നത് സുന്നികളായ പണ്ഡിതന്മാർ, ബ്രാക്കറ്റിലുണ്ട്, ഞാൻ ബ്രാക്കറ്റ് വായിക്കുന്നില്ല, ആണല്ലോ. ഇതുകൊണ്ട് തന്നെ പല ആളുകളും ഇതിൽ പെട്ടുപോകുന്നു. അതുകൊണ്ട് കേൾക്കാതിരിക്കേണ്ടതാണ്. ഇതിനെതിരെ നാം ശക്തമായി തന്നെ പ്രതികരിക്കാത്തത് എന്തുകൊണ്ടാണ്? ഇതുകൊണ്ടായിരിക്കും ഇന്നലെ ആ ചോദ്യം ഉണ്ടായിരുന്നു. ഇന്നലെ മിനിഞ്ഞാന്നത്തെ ചോദ്യം ഉണ്ടായിരുന്നല്ലോ, ഇത് ഷാഹിദ് വേണോ വേണ്ടേ എന്നുള്ളത് അല്ലേ. നിക്കാഹിന് സാക്ഷികൾ വേണ്ട എന്ന് പറഞ്ഞു. ലാ യസിഹു നിക്കാഹു ഇല്ലാ ബിഹളറത്തി ഷാഹിദൈനി മുസ്ലിമൈനി ഹുറൈനി അദിലൈനി സമീഅൈനി ബസീറൈനി മുഖ്താറൈനി എന്ന് തുടങ്ങിയിട്ട് 9 നിബന്ധനകളോട് കൂടെയുള്ള ഇമാം നബി തങ്ങളുടെ റൗളത്ത് താലിബീനിലെ മസ്അല അടക്കം വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ അത്തരം വിഷയങ്ങൾ പറയാനുള്ള കാരണം അവർക്ക് മസ്അലപരമായ വിഷയങ്ങൾ നോക്കാൻ സമയം കിട്ടാത്തത് കൊണ്ടും അതുപോലെ വലിയ വലിയ യൂണിവേഴ്സിറ്റികളിലൊക്കെ ഡിപ്പാർട്ട്മെന്റിന്റെ മേഖലയിലൊക്കെ ഉള്ളത് കൊണ്ട് കിതാബ് നോക്കാൻ ടൈം കിട്ടിയിട്ടില്ല. അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്. അത്തരക്കാൾ ആൾക്കാർ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ അവർ ഡിപ്പാർട്ട്മെന്റുമായി മുന്നോട്ട് പോകുക എന്നുള്ളതല്ലാതെ ദീൻ പറയാൻ പാടില്ല എന്നുള്ളതാണ് അതിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇത് കേൾക്കുന്ന പല ആളുകളും അത്തരം ആളുകളുടെ കൂട്ടത്തിലുള്ള ആളുകളും കേൾക്കുന്നുണ്ട് ഓൺലൈനിലൂടെ എന്നുള്ളത് നമുക്കറിയാം. പല പ്രതികരണം കിട്ടാറുണ്ട്. അപ്പൊ അവർക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി കൂടിയാണ് പറയുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾ ഓല തിരക്കുമായിട്ട് ഇടങ്ങേറായിട്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പാടുണ്ടല്ലോ. ഇത് പണ്ടൊരാളൊരു ശൈഖിനോട് ഒരാൾ വന്നിട്ട് ഇങ്ങനെ സുബൈക്ക് കുനൂത്ത് ഒഴിവാക്കി ഞങ്ങൾ ഇമാം എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞെന്താണ്, അയാളെ പിരിച്ചുവിടണം എന്നാണ് ശൈഖിന്റെ മറുപടി. അപ്പൊ പിരിച്ചുവിട്ടാ പോരെ, മുരീദ് പറഞ്ഞു കൊടുത്തെന്ത്, അത് സെഹുവിന്റെ സുജൂദ് ചെയ്താ പോരെ. അപ്പൊ ഇയാൾ പറഞ്ഞു ആ സെഹുവത്തിന്റെ സുജൂദാണ് ചെയ്തോട്ടെ, വികാരത്തിന്റെ അതിന്റെ മേനെ. അപ്പൊ പറഞ്ഞാല് ഇങ്ങനെ ലല്ലു ഫലല്ലു എന്ന് പറഞ്ഞില്ലേ, പേക്കുനും പേപ്പിക്കും ചെയ്യുന്ന ആൾക്കാർ വരിക. അപ്പൊ അങ്ങനെയുള്ള അതുപോലെ തന്നെ മറ്റൊന്നെന്താ അതിൽ പറഞ്ഞത്, ഷിയാക്കളോട് മറ്റും സലാം പറയാൻ പറ്റും. അതായിരിക്കും നാളെ മുത്തനോടുള്ള സലാം. ഷിയാന്റെ വിഷയം വന്നിരുന്നു. അപ്പോൾ ഷിയാക്കളോടാവട്ടെ ആരോടും സലാം പറയാൻ പാടില്ല എന്നതാണ്. ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരാൾക്ക് സലാം കൊടുത്തയച്ചപ്പോൾ അറിയുന്ന അയാള് ഒരു ഖദരി വിശ്വാസി, ജമാഅത്തെ ഇസ്ലാമിനെ പോലെ ഖദർ നിഷേധിയായ ഒരു പുത്തൻ പ്രസ്ഥാനക്കാരനാണെന്ന് അറിഞ്ഞപ്പോൾ 3 മാസം വഴിദൂരം രണ്ടാമത്തെ ഒരാളെ പറഞ്ഞയച്ചിട്ട് അയാളോട് പറഞ്ഞു, ഞാൻ പറഞ്ഞ സലാം ഇങ്ങോട്ട് തന്നെ തിരിച്ചു തരാൻ വേണ്ടി പറഞ്ഞിരിക്കണു, ഞാൻ ഇന്നി ബുറാ ഉമ്മിക്ക, ഞാൻ നിന്നിൽ നിന്ന് ഒഴിവാണ് എന്നുള്ളത് പറഞ്ഞ സലാം മടക്കണം എന്നാണ് ഇമാമിങ്ങൾ പറഞ്ഞിട്ടുള്ളത്, മുത്തബി സുന്ന പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇങ്ങനെ സുന്നത്തിനെ ഇത്തിബാഴ് ചെയ്യുന്ന മഹാരഥന്മാരായ സ്വഹാബി വര്യന്മാരുടെയൊക്കെ ചര്യയെ ചോദ്യം ചെയ്യുന്ന ആൾക്കാർ വരുമ്പോ ഇതാണ് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞത്, യദ്ഹബുദ്ദീനു സുന്നത്തൻ സുന്നത്തൻ കമാ യദ്ഹബുൽ ഹബ്ലു ഖുവ്വത്തൻ ഖുവ്വത്ത. ഓരോ ആശയങ്ങളെയും ചോദ്യം ചെയ്യുന്ന ഒരുപാട് ആളുകൾ വരുമെന്ന് പറയാൻ കാരണം, ഞാൻ ജോലി ചെയ്യുന്ന മദ്രസയിൽ വഫിയകൾ എന്ന സ്ത്രീകൾക്ക് ക്ലാസ് എടുക്കുന്നു. മൈക്കിലൂടെയാണ് പ്രസംഗം. എതിർത്തപ്പോൾ പറഞ്ഞത് സമസ്ത അംഗീകരിച്ചതാണ് എന്നതാണ്. സമസ്ത അങ്ങനെ അംഗീകരിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. യഥാർത്ഥ സമസ്ത അങ്ങനെ അംഗീകരിച്ചിട്ടില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നു. പിന്നെ പല സ്ഥലത്തും സ്ത്രീകൾ മാത്രം സംഘടിച്ച മദ്രസയിലോ മറ്റോ അത് നേരത്തെ തന്നെ പറഞ്ഞതാണ്. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ബാക്കി ഇനിയുള്ള നേരിട്ടുള്ള ചോദ്യം മറ്റു ചോദ്യങ്ങളൊക്കെ മറ്റൊരു സമയത്താകാം. പ്രധാനപ്പെട്ട വിശദീകരിക്കേണ്ട ഇത് വേറെ എടുത്തേക്ക് കേട്ടോ, നാളെ തന്നാതെ അല്ലെ ഞാനിത് എവിടെയും ഇട്ടേക്കുള്ളൂ. അത് വേറെ വെക്കി ഇത് വേറെ വെക്കി അല്ലെങ്കിൽ പറഞ്ഞുകാണ്ട് കൊടുക്കും. ഓട്ടെ. ജദ്ദിദു ഈമാനക്കും വനവ്വിറു ഖുലൂബക്കും വറത്തിബു അൽസനതകും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് لا إله إلا الله 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 لا إله إلا الله
لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله أستغفر الله العظيم أستغفر الله أستغفر الله العظيم 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 اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد അർഹമുറാഹിമീനായ രാജസയ്യിദായ അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞത് കേട്ടത് സമയം ചെലവഴിച്ചത് എല്ലാം ഞങ്ങളിൽ നിന്ന് കബൂലാക്കണം അല്ലാഹ്. വിശുദ്ധ റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ പെടുത്തണം അല്ലാഹ്. ഒരുപാട് കാലം റമളാനിനെ വരവേൽക്കാൻ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം അല്ലാഹ്. കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവിച്ച റമളാനുകൾ അനുകൂലമാക്കണം അല്ലാഹ്. ഇബാദത്ത് മുടങ്ങുന്ന രോഗം നൽകി ഞങ്ങളെ ഇബാദത്തിന്റെ മേഖലയിൽ, പ്രവർത്തന മേഖലയിൽ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാഹ്. ചെയ്യുന്ന ഇബാദത്തുകൾ കോട്ടം തട്ടാതെ നിർവഹിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണം അല്ലാഹ്. യജമാനനായ റബ്ബേ, വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണം അല്ലാഹ്. അർഹമുറാഹിമീനായ രാജസയ്യിദായ അല്ലാഹുവേ, ഈ മഹത്തായ മജ്ലിസിൽ ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടുമ്പോൾ ഞങ്ങൾക്കും ഞങ്ങളോട് ബന്ധമുള്ള ഒരുപാട് ആളുകൾക്കും ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. വിശിഷ്യ ഇത് വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന വിദേശത്തുള്ള പ്രിയപ്പെട്ട പ്രവാസികളായ ചെറുപ്പക്കാർ, എല്ലാവരുടെ ഉദ്ദേശങ്ങളും സഫലീകരിക്കണം തമ്പുരാനെ. എല്ലാവരുടെ ജോലികളിലും ബറക്കത്ത് നൽകണം തമ്പുരാനെ. എല്ലാവരും സലാമത്തും സന്തോഷം വിജയവും നൽകണം അല്ലാഹ്. അർഹമുറാഹിമീനായ രാജസയ്യിദായ തമ്പുരാനെ, ഈ മഹത്തായ മജ്ലിസിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ ഞങ്ങളോട് ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾ ഖബറിലാണ്. വിശിഷ്യ ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞ ബഹുമാനപ്പെട്ട ബാബ ഉസ്താദ്, അതുപോലെ അലിസ്താദിന്റെ സഹോദരി, അല്ലാഹുവേ ദർജ വർദ്ധിപ്പിക്കണം തമ്പുരാനെ. ഞങ്ങൾ ചൊല്ലിയതിന്റെ സവാബ് അവരുടെ ഹളറത്തിലേക്ക് എത്തിക്കണം തമ്പുരാനെ. ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ ജീവിതത്തിൽ അവിടുന്ന് എഴുതിയ ഓരോ കിതാബിന്റെയും അക്ഷരങ്ങൾ അവിടുത്തേക്ക് പരലോകത്തേക്കുള്ള വെളിച്ചമായ വഴികാട്ടിയാക്കണം അല്ലാഹ്. അവിടുത്തെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നാഫിയായ ഇൽമ് പ്രദാനം ചെയ്യണം തമ്പുരാനെ. അവരുടെ ഇൽമിന്റെ 100ൽ 1 കോടിയൊരംശം പോലും ഇല്ലാത്ത സാധുക്കളാണ്. അല്ലാഹുവേ, വിവരം നൽകണം അല്ലാഹ്, ഇൽമ് നൽകണം അല്ലാഹ്. അത് നാഫിയാക്കാനുള്ള തൗഫീഖ് നൽകണം തമ്പുരാനെ. ജീവിതത്തിൽ ഞങ്ങൾക്ക് നല്ല ഹൃദയം നൽകണം തമ്പുരാനെ. സഖീമായ ഹൃദയം ശുദ്ധിയാക്കണം അല്ലാഹ്. ഖാസിയായ ഹൃദയം നൽകല്ല അല്ലാഹ്. റബ്ബേ, ഞങ്ങളെ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണം തമ്പുരാനെ.
അർഹമുർറാഹിമീനായ റബ്ബേ, ഞങ്ങളെ മക്കളെ രണ്ട് ലോകത്തും ഉപകരിക്കുന്ന മക്കളാക്കണം അല്ലാ. പാപം പുറത്തു തരണം അല്ലാ. ഹജ്ജും ഉംറ സിയാറത്ത് ഒരുപാട് പ്രാവശ്യം നിർവഹിക്കാൻ തൗഫീഖ് നൽകണം അല്ലാ. റബ്ബേ, ഞങ്ങളെ സ്വീകരിക്കണം തമ്പുരാനെ. ഞങ്ങൾക്ക് തീരുമാനിക്കുന്ന അവധിയെത്തുമ്പോൾ ഞങ്ങൾ വരാനുള്ളവരാണ്. റാഹത്തുള്ള ദിവസം വുളൂഓട് കൂടെ ചെയ്ത അമലിൽ സായുജരായി സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി ഹബീബ് മുഹമ്മദ് മുസ്തഫ അവിടുത്തെ തിരുനോട്ടത്തിൽ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന സജ്ജനങ്ങളിൽ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തണം അല്ലാ. ദുആ സ്വീകരിക്കണം തമ്പുരാനെ, ഖബൂലാക്കണം തമ്പുരാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ യാ വാലി യൽ ഹസനാതി യാ റഫീഅ ദറജാതി സ്വല്ലല്ലാഹു كفيرا عني ذنوبي واغفرا لي سيئاتي صل أنت غفار الخطايا والذنوب الموبقات أنت ستار المساوئ ومقيل العثرات صلى الله عليم السر وأخفى مستجيب الدعوات صلى الله ربنا ارحمنا جميعا لجميع الصالحات صلى الله على എല്ലാവരോടും ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.